യേശുവിൽ എൻ തോഴനെ കണ്ടേ, എനിക്കെല്ലാമായവനെ. പതിനായിരങ്ങളിൽ ഏറ്റം സുന്ദരനേ, തുമ്പം ദുഃഖങ്ങളതിൽ ആശ്വാസം നൽകുന്നോൻ, എൻ ഭാരമെല്ലാം ചുമക്കാമെന്നേറ്റവൻ. ശാരോനിൻ പനിനീർ പുഷ്പം, അവനെ ഞാൻ കണ്ടെത്തിയേ. പതിനായിരങ്ങളിൽ ഏറ്റം സുന്ദരനേ, തുമ്പം ദുഃഖങ്ങളതിൽ ആശ്വാസം നൽകുന്നോൻ, എൻ ഭാരമെല്ലാം ചുമക്കാമെന്നേറ്റവൻ. ചാരോനിൻ പനിനീർ പുഷ്പം, അവനെ ഞാൻ കണ്ടെത്തിയേ. Hallelujah. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. Hallelujah. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് പിന്നെയും ഒരുമിച്ച് കർത്താവിന്റെ പാദപീഠത്തിൽ കടന്നു വരുവാൻ ഈ ഉച്ച കഴിഞ്ഞ വേളയെങ്കിൽ കർത്താവിന്റെ നാമത്തിന്റെ മഹിമയ്ക്ക് വേണ്ടി കർത്തൃസന്നിധിയിലായിരിക്കാൻ അല്പസമയം നമുക്ക് പ്രാർത്ഥിപ്പാൻ ദൈവം കൃപ നൽകിയല്ലോ. ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് പകലിൽ നമ്മുടെ നടുവിലുണ്ട്. പ്രത്യേകാൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ബിനോയ് ചാക്കോ നമ്മോടൊത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട്. കർത്തദാസനെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹീതനായ കർത്തദാസൻ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഞങ്ങളുടെ നടുവിലേക്ക് കടന്നു വന്നതിന് ദൈവനാമത്തിൽ നന്ദി അറിയിക്കുന്നു. ഹല്ലേലൂയ. പ്രത്യേകമായിട്ട് വചനദീപ്തി സാക്ഷ്യ കൂടാരത്തിന്റെ പ്രേക്ഷകരെ, ഈ പകൽക്കാലത്തിങ്കൽ കർത്തദാസൻ നമ്മുടെ മുൻപാകെ സാക്ഷ്യം പറയുമ്പോൾ കർത്തദാസനെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. മാത്രമല്ല വചനദീപ്തി സാക്ഷ്യ കൂടാരത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നതിന് നന്ദിയുണ്ട്. തുടർന്നും നിങ്ങൾ അവരെ ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്ന് ദൈവനാമത്തിൽ അപേക്ഷിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിന്റെ തുമ്പങ്ങളിലും ദുഃഖങ്ങളിലും പ്രയാസങ്ങളിലും പ്രതികൂലങ്ങളിലും കൂടെ ഇരിക്കുന്ന ഒരു നല്ല കർത്താവ് നമുക്കുള്ളതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽ വേളയെങ്കിൽ നമ്മുടെ കഷ്ടതകൾ അറിയുന്നവൻ, നമ്മുടെ പ്രയാസങ്ങൾ അറിയുന്നവൻ, നമ്മുടെ ദുഃഖങ്ങൾ അറിയുന്നവൻ ഇന്ന് പകൽ നമ്മോട് കൂടെയുണ്ട്. ആമേൻ. ഈ പകൽക്കാലത്തിങ്കൽ പതിനായിരങ്ങളിൽ ഏറ്റവും സുന്ദരനായ കർത്താവ് വെണ്മയും ചുവപ്പും ധരിച്ചവനായി നമ്മുടെ നടുവിലേക്ക് അവൻ കടന്നു വന്നിരിക്കുമ്പോൾ, മാറത്ത് പൊൻകൊച്ച കെട്ടിയവനായി, വെള്ളോട്ടിൻ സമമായ പാദങ്ങളോട് കൂടിയവനായി, 7 പൊന്നിലെ വിളക്കിന്റെ നടുവിലൂടെ ഉലാവിക്കൊണ്ട് 7 നക്ഷത്രങ്ങളെ പൊൻകരത്തിൽ പിടിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി എല്ലാമായി തീർന്ന് അവന്റെ സൗന്ദര്യമൊക്കെയും ഉപേക്ഷിച്ച് നമുക്ക് വേണ്ടി കണ്ടാൽ ആളല്ലാത്ത രൂപമായി തീർന്ന് നമുക്ക് വേണ്ടി പരമയാഗമായി തീർന്ന കർത്താവ് ഇന്ന് പകൽ നമ്മുടെ നടുവിൽ കടന്നു വന്നിരിക്കുമ്പോൾ അവൻ നമ്മെ ഉള്ളതുപോലെ അറിയുന്ന ദൈവമാണ്. തന്റെ ജീവിതങ്ങളെ, ആമേൻ, ഈ പ്രാർത്ഥിച്ച വ്യക്തി ജീവിതങ്ങളെ സ്വർഗം അറിഞ്ഞ് ഇന്ന് പകലിൽ അവർക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിപ്പാൻ മതിയായ ദൈവമാ ആ കർത്തൃകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. നമുക്ക് ഒരുമിച്ച് ചേർന്ന് അല്പസമയം ആമേൻ കർത്താവിന്റെ ദാസിന് വേണ്ടി സാക്ഷ്യത്തിനായിട്ട് സമയം വേർതിരിക്കാമെന്ന് മുൻപായി ഒരു നിമിഷം കർത്തദാസിന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, ഈ നല്ല സമയത്തിനായിട്ട് സ്തോത്രം. അനുഗ്രഹീതനായ കർത്തദാസിനെ ഞങ്ങളോടൊത്ത് സാക്ഷ്യത്തിന് വേണ്ടി കൂട്ടി വരുത്തിയതിനായിട്ട് സ്തോത്രം. കർത്താവിന്റെ അഭിഷിക്തനെ ബലപ്പെടുത്തിക്കൊള്ളണമേ. തിരുനാമത്തിന്റെ മഹിമയ്ക്ക് വേണ്ടി അതിശക്തമായി ദിവസങ്ങൾ ഉപയോഗിക്കുന്നതിനായിട്ട് സ്തോത്രം. തന്നെ ഏൽപ്പിക്കപ്പെട്ട ദൗത്യത്തിനായിട്ട് സ്തോത്രം. തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷകൾക്കായിട്ട് സ്തോത്രം. തന്റെ കുടുംബത്തിനായി, കുഞ്ഞുങ്ങൾക്കായിട്ട് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവം അനുഗ്രഹിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകലിൽ കർത്താവെ ഞങ്ങളോടൊത്ത് ആയിരിക്കുന്നത് തന്റെ ജീവിതത്തിന് ഞങ്ങൾക്കും അനുഗ്രഹമായി മാറുവാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം ഇടയാക്കുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ബലമുള്ള കാര്യങ്ങളിലേക്ക് സമ്പൂർണ്ണമായിട്ട് താഴ്ത്തിയേൽപ്പിക്കുന്നു. പ്രാർത്ഥനയെ അതിനെയും കേട്ടതിനായിട്ട് സ്തുതിക്കുന്നു. സകലമാന മുഖത്തോട് എടുക്കണമേ. യേശു ക്രിസ്തുവിന്റെ അൻപുള്ള നാമത്തിൽ ചോദിക്കുമ്പോൾ ദയതോ നീ കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. കർത്താവിന്റെ ദാസനെ വളരെ സ്നേഹത്തോടും ആദരവോടും കൂടി വചനദീപ്തി സാക്ഷി കൂടാരത്തിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. കർത്താവിന്റെ ദാസൻ എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നതെന്ന് നമ്മുടെ പ്രേക്ഷകരുടെ അറിവിലേക്കായിട്ട് ഒരു വാക്കിൽ പറഞ്ഞിട്ട് തന്റെ ജീവിതത്തിന്റെ ബാല്യകാലത്തിലെ നല്ല സ്മരണകൾ, കർത്താവിന്റെ നാമത്തിന് വേണ്ടി വിളിച്ച് വേർതിരിക്കപ്പെടുവാനുണ്ടായ കാരണങ്ങൾ, കർത്താവിന്റെ വേലയിൽ കർത്താവ് ഉപയോഗിക്കുന്ന വിധങ്ങൾ, തന്റെ ജീവിതത്തിൽ പ്രത്യേക ദൈവം നടത്തിയ വിധങ്ങൾ ഒക്കെയും ഇന്ന് പകൽക്കാലത്തിങ്കൽ സാക്ഷിപ്പാൻ സമയമുണ്ട്. അതിനായിട്ട് കർത്തദാസനെ ഞങ്ങൾ
സ്വാഗതം ചെയ്യുന്നു. കർത്താവിന്റെ ധന്യമായ തിരുനാമത്തെ മഹത്വമുണ്ടാകട്ടെ. സാക്ഷി കൂടാരത്തിൽ ഇങ്ങനെ ഒരുമിച്ചായിരിക്കാൻ ദൈവം ഒരുക്കുന്ന നല്ല സാവകാശമായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു. ഇതിന് അവസരം വേർതിരിച്ച കർത്താവിന്റെ ദാസി ബഹുമാനപ്പെട്ട സഹോദരി ബീന തോമസിനുള്ള നന്ദി അറിയിക്കുന്നു. പ്രയർ ലൈനില് ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ തന്നെ ഈ ലൈവ് പ്രോഗ്രാമിൽ കൂടെ വിവിധ സമയങ്ങളിൽ ഞങ്ങളെ ശ്രമിക്കുകയും എന്റെ സാക്ഷ്യങ്ങൾ കേൾക്കുകയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ലോകരാജ്യങ്ങളിൽ ദൈവം നമ്മെ ശക്തമായി പിന്നെയും തിരുനാമത്തെ മഹത്വത്തിന് വേണ്ടി ഉപയോഗിപ്പാൻ ദൈവത്തിന് സ്വാഗതം തോന്നട്ടെ. ഈ വചനം കേൾക്കുന്ന എല്ലായിടവേലും ദൈവത്തിന്റെ അനുഗ്രഹവും കൃപയും ധാരാളമായി ദൈവം പകരട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എന്റെ പേര് പരിചയപ്പെടുത്തിയ പോലെ തന്നെ ബിനോയ് ചാക്കോ എന്നാണ് എന്റെ പേര്. ഞാൻ ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ചു വളർന്നു. ഇപ്പോൾ കോട്ടയത്ത് മെഡിക്കൽ കോളേജിനടുത്ത് ആണ് ഞാൻ താമസിക്കുന്നത്. അവിടെ നിന്നാണ് ഞാൻ ഇന്ന് മുതൽ ഈ ലൈനിൽ ജോയിൻ ചെയ്തിരിക്കുന്നത്. ഈ ലൈനിൽ ഞങ്ങളെ ശ്രമിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു പ്രാവശ്യങ്ങളുടെ സ്നേഹവും വന്നു അറിയിക്കുന്നു. കർത്താവിന്റെ കൃപ നമ്മോട് കൂടെ ഇരിക്കുമാറാകട്ടെ. ഇന്ന് മുതൽ നിങ്ങളോട് എന്റെ അനുഭവ സാക്ഷ്യങ്ങളെ പങ്കുവെക്കുന്നതിൽ വളരെ വലിയ സന്തോഷമുണ്ട്. ദൈവം ഇങ്ങനെ ഒരു അവസരം ഒരുക്കിന് തീർച്ച കർത്താവൻ നന്ദി അറിയിക്കുന്നു. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു തിരുവചന ഭാഗം വായിച്ചുകൊണ്ട് ഞാൻ സാക്ഷ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ആ വേദഭാഗം ഇതാണ്. തീത്തോസിന് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. അടുത്ത വാക്യത്തിൽ ഓർമ്മപ്പെടുത്തുന്നത്, നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ട് മഹാദൈവവും നമ്മുടെ രക്ഷാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ട് കാത്തിരുന്നുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളെയും വർദ്ധിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും ജീവിച്ചു പോരേണ്ടത് അത് നമ്മെ ശിക്ഷിച്ച് ഉണർത്തുന്നു. ക്രിസ്തുനായ പൗലോസിൽ കൂടെ പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തിയാണ് സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. ദൈവ മനുഷ്യനെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഏറ്റവും അതിപ്രധാനമായ കാര്യം മനുഷ്യൻ രക്ഷ പ്രാപിക്കണം, നിത്യരക്ഷയുടെ അവകാശിയായി തീരണം. ഏതെങ്കിലും മനുഷ്യന് നഷ്ടപ്പെട്ട ദൈവീയ ബന്ധം, ഏതെങ്കിലും മനുഷ്യന് നഷ്ടപ്പെട്ടു പോയതായ ദൈവീയ സാന്നിധ്യം, ഏതിനെ മനുഷ്യന് നഷ്ടപ്പെട്ടു പോയതായ നിത്യജീവൻ ആ എല്ലാ മനുഷ്യനും പ്രാപിക്കണമെന്ന് കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. വിശുദ്ധ വേദപുസ്തകത്തിലെ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ വേദപുസ്തക പദങ്ങളിൽ ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ടു പോയിട്ടുള്ള പദങ്ങൾ ഒന്നത്രേ ദൈവത്തിന്റെ കൃപ. ദൈവത്തിന്റെ കൃപയെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് ഓർമ്മപ്പെടുത്തുകയാണ്. ഭാഗ്യകരമായ പ്രത്യാശയാണ് ഈ ദൈവകൃപ നമ്മുടെ മേലേക്ക് പകരുവാൻ ഇടയായി തരുന്നത്. നമ്മെ പ്രിയരെ, എന്താണ് ദൈവത്തിന്റെ കൃപ? ദൈവത്തിന്റെ കൃപ അർഹതയില്ലാത്ത സ്ഥാനത്ത് നമ്മെ ദൈവം അർഹരാക്കി തീർക്കുന്ന ദൈവസ്നേഹത്തിന്റെ പേരത്രേ ദൈവത്തിന്റെ കൃപ. അർഹതയില്ലാത്ത നിത്യജീവൻ, അർഹതയില്ലാത്ത പാപക്ഷമ, അർഹതയില്ലാത്ത ദൈവസമാധാനം, അർഹതയില്ലാത്ത ദൈവരാജ്യത്തിന്റെ ഉറപ്പ് നമുക്ക് നൽകി തന്ന ദൈവസ്നേഹത്തിന്റെ പേരത്രേ ദൈവത്തിന്റെ കൃപ. ദൈവത്തിന്റെ കൃപയോടൊപ്പം തന്നെ സഞ്ചരിക്കുന്ന പദമത്രേ ദൈവത്തിന്റെ കരുണ. എന്താണ് ദൈവത്തിന്റെ കരുണ? ദൈവത്തിന്റെ കരുണ എന്നത് അർഹിച്ചതിനെ ദൈവം നമുക്ക് നൽകാതെ പോയ ദൈവസ്നേഹമത്രേ ദൈവത്തിന്റെ കരുണ. എന്താണ് അർഹിച്ചത്? നാം നിത്യ നരകത്തിലേക്ക് പോകേണ്ടവരായിരുന്നു, നിത്യ ദണ്ഡനത്തിന് അവകാശികളായിരുന്നു, നിത്യ ശിക്ഷാവിയുടെ ഓഹരിക്കാരായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ കരുണയാൽ കർത്താവായ യേശുക്രിസ്തു മൂലം നമ്മുടെ മേൽ ആ നിത്യശിക്ഷയ്ക്ക് ദൈവം പരിഹാരം വരുത്തി, നിത്യദണ്ഡനത്തിന് ദൈവം പരിഹാരം വരുത്തി. പ്രിയരെ, അതുകൊണ്ട് ഇന്ന് മുതൽ ഈ സന്ദേശം കേൾക്കുന്ന, ഈ സാക്ഷ്യം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും പ്രാരംഭത്തിൽ തന്നെ ഓർമ്മപ്പെടുത്തട്ടെ, ദൈവം നമ്മെ സ്നേഹിച്ചു. തന്റെ പുത്രനായ യേശുക്രിസ്തു മുഖാന്തരം കൃപയും കരുണയും നമ്മുടെ മേലേക്ക് പകരുവാൻ ദൈവത്തിന് സ്വാതന്ത്ര്യം തോന്നി. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിൽ തിരുവചനം ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്നു: ന്യായപ്രമാണം മോശ മുഖാന്തരം വന്നു, കൃപയും സത്യവും കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഈ ലോകത്തിലേക്ക് കടന്നു വരുവാൻ ഇടയായി തന്നു. ആ കൃപയുടെ ഭാഗമായി തീരുവാൻ കർത്താവ് എന്നെയും തെരഞ്ഞെടുത്ത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പേര് പറഞ്ഞ് പരിചയപ്പെടുത്തിയ പോലെ ബിനോയ് ചാക്കോ എന്നാണ് എന്റെ പേര്. ഞാൻ ഒരു ക്രിസ്തീയ കുടുംബത്തിലാണ് ജനിച്ച് വളർന്നത്. എന്റെ പിതാവിന്റെ സ്ഥലം കോട്ടയത്തിനടുത്ത് ചിങ്ങവനം എന്ന് പറയുന്ന സ്ഥലം ആയിരുന്നു. എന്റെ മാതാപിതാക്കൾക്ക് ഞങ്ങള് 2 മക്കൾ ജനിച്ചു. എന്റെ മൂത്ത സഹോദരൻ എന്നേക്കാൾ 3 വയസ്സിന്
മൂത്തതായ സഹോദരനും അതിനുശേഷം രണ്ടാമതായി ഞാനും ജനിച്ചു. ഞാൻ ജനിച്ച കാലഘട്ടങ്ങളിൽ എന്റെ മാതാപിതാക്കൾക്ക് അല്പമല്ലാത്ത ചില സാമ്പത്തിക പ്രതിസന്ധികൾ കൂടെ അവരെ കടന്നു പോകുവാൻ ഇടയായിട്ടുണ്ട്. അതിന് കാരണമായി തീർന്നത് എന്റെ പിതാവിന്റെ ചില ബിസിനസ് നഷ്ടങ്ങൾ സംഭവിക്കാൻ ഇടയായിട്ടുണ്ട്. ബിസിനസിന്റെ നഷ്ടങ്ങൾ ഉണ്ടായത് എന്റെ പിതാവ് വരുത്തി തീർത്ത നഷ്ടങ്ങളല്ല. എന്റെ പിതാവ് ചില അദ്ദേഹത്തിന്റെ സഹോദരങ്ങളാൽ ചില ചതികളിലും വഞ്ചനകളിലും ഒക്കെ അകപ്പെട്ടിട്ട് അദ്ദേഹത്തിന് വലിയൊരു സാമ്പത്തിക നഷ്ടമുണ്ടായി. അങ്ങനെ കോട്ടയത്ത് ജീവിപ്പാൻ കഴിയാത്ത പ്രത്യേകമായ സാഹചര്യം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുകയും 1975 കാലഘട്ടങ്ങളിൽ ഞങ്ങള് കോട്ടയത്ത് നിന്ന് ഇടുക്കി ജില്ലയിലേക്ക് പോയി കുടിയേറി പാർക്കുവാൻ ഇടയായിട്ടുണ്ട്. ഹൈറേഞ്ച് മേഖലയിൽ കുടിയേറി പാർക്കുവാൻ ഇടയായിട്ടുണ്ട്. അങ്ങനെ എന്റെയും എന്റെ സഹോദരന്റെയും ഒക്കെ വിദ്യാഭ്യാസവും ഞങ്ങളുടെ തുടർപഠനവും ഒക്കെ ആ സ്ഥലത്ത് ആയിരുന്നു. ഇടുക്കി ജില്ലയിലെ പണിക്കൻകുടി എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ അടിമാലിക്ക് അടുത്ത്, അടിമാലിന്റെ ഏകദേശം 30 കിലോമീറ്റർ അകലുള്ള പണിക്കൻകുടി എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ കുടിയേറ്റക്കാരായിട്ട് പോയി പാർക്കുവാൻ ഇടയായിട്ടുണ്ട്. അവിടെ കുടിയേറ്റക്കാരായി ഞങ്ങൾ ദീർഘവർഷങ്ങൾ പാർത്തു. ഞങ്ങളുടെ വിദ്യാഭ്യാസവും ഞങ്ങളുടെ പഠനവും യോഗ്യനും ഒക്കെ ആ സ്ഥലത്ത് ആയിരുന്നു. ഞാനും എന്റെ സഹോദരനും ഒക്കെ അവിടെ ആയിരുന്ന ആ പ്രത്യേകമായ കാലഘട്ടങ്ങളിൽ ഞങ്ങൾക്ക് പള്ളി ആരാധനകളുമായിട്ടോ ആത്മീയ കൂട്ടായ്മകളുമായിട്ടോ യാതൊരു ബന്ധവുമില്ലാതെയാണ് ഞങ്ങൾ വളർന്നത്. ഞങ്ങളുടെ വീട്ടില് സ്ഥിരമായി പള്ളിയിൽ പോകുന്നതായ ഒരു അനുഭവം ഞങ്ങളുടെ വീട്ടിലില്ലായിരുന്നു. വീട്ടിൽ കുടുംബ പ്രാർത്ഥനകളിലായിരുന്നു. ദൈവവചന പഠനം ഇല്ലായിരുന്നു. സൺഡേ സ്കൂളിൽ പഠിക്കുവാൻ എനിക്കോ എന്റെ സഹോദരനോ അവസരം ലഭിച്ചില്ല. ഞങ്ങൾ അവിടെ ചെന്ന് ആ സ്ഥലത്തെ ചെന്ന് പാർത്ത് ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ എന്റെ ഇളയതായ ഒരു സഹോദരി, എന്നേക്കാൾ 6 വയസ്സിന് ഇളയതായ ഒരു സഹോദരി കൂടെ ഞങ്ങൾക്ക് അവിടെ ജനിപ്പാൻ ഇടയായിട്ടുണ്ട്. ഞങ്ങളുടെ സഹോദരിക്ക് ഏകദേശം ഒരു 17 വയസ്സ് ആകുന്നതുവരെയും ആ സഹോദരിയെ മാമോദിസ മുക്കിയോ പള്ളിയിൽ കൊണ്ടുപോകുകയോ ഒന്നും ചെയ്തില്ല. അപ്പോൾ ഞാനിത് പറഞ്ഞു, ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഞങ്ങൾക്ക് എത്രമാത്രം ഒരു ആത്മീയ ബന്ധം, ആത്മീയ ഉത്സാഹം, ആത്മീയ താല്പര്യം ഉള്ള ഒരു കുടുംബത്തിലായിരുന്നു ഞങ്ങൾ ആയിരുന്നു എന്ന്. എന്റെ പിതാവിന്റെ ജീവിതത്തിൽ സംഭവിച്ചതായ സാമ്പത്തിക നഷ്ടങ്ങൾ അദ്ദേഹത്തെ ആത്മീയമായ കാര്യങ്ങളിൽ നിന്നുള്ളതായ അദ്ദേഹത്തിന്റെ ഉത്സാഹങ്ങളിൽ നിന്നൊക്കെ പുറകോട്ട് വലിപ്പാനും, മാത്രമല്ല ഞങ്ങൾ അവിടെ വളർന്ന പ്രത്യേക സാഹചര്യത്തിൽ പള്ളിയിലേക്കും ആത്മീയ കൂട്ടായ്മകളിലേക്കൊക്കെ പോകുവാനുള്ളതായ സാഹചര്യങ്ങളുടെ അസൗകര്യങ്ങളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ പഠനവും പഠിച്ചതുമൊക്കെ ആത്മീയമായ ഒരു അനുഭവം ഇല്ലാതെയാണ് പഠനവും പഠിക്കുവാനും ഒക്കെ ഇടയായിത്തീർന്നത്. ഞങ്ങളുടെ സ്ഥലത്ത് നിന്ന്, ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം 30 കിലോമീറ്റർ അകലെയായിരുന്നു അന്ന് ഞങ്ങൾ ആയിരുന്ന ഓർത്തഡോക്സ് സമുദായത്തിൻ്റെതായ ഒരു പള്ളി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ സ്ഥലത്തേക്ക് പോകുകയായിരുന്നുള്ളത് പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ട് ആയിരുന്നതുകൊണ്ട് ഞങ്ങൾ പള്ളിയിൽ പോകുവാനായിട്ടോ ആത്മീയ കൂട്ടായ്മകളിൽ പങ്കെടുക്കുവാനോ ഒന്നും അവസരം ഉണ്ടായില്ല. പിന്നീട് അല്പം മുതിർന്ന പ്രായത്തിലേക്ക് എത്തിയപ്പോൾ, ചിന്താശേഷികളൊക്കെ വളർന്നപ്പോൾ ഇതിന്റെ ഒന്നും പ്രാധാന്യം ഇല്ല എന്നൊരു ചിന്ത ഞങ്ങളുടെ ഹൃദയത്തിൽ വളരുവാനായിത്തീർന്നു. ഞാനും എന്റെ സഹോദരനും അല്പം ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ചായ്വുകളിലേക്കൊക്കെ നയിക്കപ്പെടുവാൻ ഇടയായിത്തീർന്നു. എന്റെ മൂത്ത സഹോദരൻ അദ്ദേഹം ഒരു പൂർണ്ണസമയ രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് അദ്ദേഹത്തിന്റെ ജീവിതം മാറ്റപ്പെടുവാൻ ഇടയായിത്തീർന്നു. ഞാനും എന്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ തന്നെ സജീവമായ ഒരു വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ഞാൻ വളരെ സജീവമായി പ്രവർത്തിക്കാനായിട്ട് അവസരം എനിക്കും ലഭിച്ചു. അതുകൊണ്ട് അങ്ങനെയുള്ളതായ ബന്ധങ്ങളും കൂട്ടുകെട്ടുകളും ഒക്കെ ദൈവമില്ല എന്നുള്ള നിലയിലേക്ക് ആ ഒരു ചിന്തകളിലേക്ക് ഞങ്ങളുടെ ജീവിതത്തെ മാറ്റുവാൻ ഇടയായിത്തീർന്നു. യുക്തിവാദി സംഘങ്ങളുടെ അവരുടെ ആശയങ്ങളിലൊക്കെ വളരെ ആകർഷിക്കപ്പെടുവാനും അവരുടെ അനേക മീറ്റിങ്ങുകളിലൊക്കെ പോയി സംബന്ധിപ്പാനും ഒക്കെ അവസരം ലഭിച്ചു. അത് എന്റെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റത്തിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു ദൈവിക ബന്ധത്തിന്റെ ആത്മീയ കൂട്ടായ്മയുടെ പ്രാധാന്യമില്ലായ്മയെ കുറിച്ച് ഒന്നുകൂടെ ഉറപ്പിക്കുവാൻ അതൊക്കെ കാരണമായി തീരുവാൻ ഇടയായിട്ടുണ്ട്. എന്നാൽ എന്റെ ഹൃദയത്തിൽ ഞങ്ങളുടെ പിതാവിന് നഷ്ടപ്പെട്ടതായ സമ്പത്തുകളൊക്കെ എന്റെ വിദ്യാഭ്യാസ അനന്തരം ഞാനൊരു നല്ല ജോലി സമ്പാദിച്ച് എന്റെ പിതാവിനെ സഹായിക്കണമെന്നും മാതാപിതാക്കൾക്ക് ആശ്വാസമായി തീരണമെന്നുള്ളതായ ഒരു വലിയ ചിന്ത എന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു. അത്യാവശ്യം വിദ്യാഭ്യാസം ചെയ്യുവാൻ നല്ല കഴിവുള്ള ഒരു വ്യക്തിയായിരുന്നു ഞാൻ. എന്നാൽ എന്റെ പഠനമൊക്കെ പലപ്പോഴും ആ നിലയിൽ കഴിവുണ്ടായിരുന്നെങ്കിലും ആ നിലയിൽ പഠനത്തിലൊക്കെ വളരെ ശ്രദ്ധിക്കുവാൻ കഴിയാത്ത ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെ ഞാൻ മുൻപോട്ട് പോകുകയായിരുന്നു. 10ാം ക്ലാസ്സിൽ ഒരു നല്ല ഉന്നതമായ വിജയം ഒക്കെ സ്ഥാപിച്ചു. എന്നാൽ പഠനം വളരെ
മുൻപോട്ട് പോകുവാൻ കഴിയാതെ വളരെ നിരാശപ്പെട്ട ഒരു സമയങ്ങളിൽ കൂടിയൊക്കെ മുൻപോട്ട് പോകാൻ എന്റെ ജീവിതത്തിലെ വലിയ ആഗ്രഹമായിരുന്നു എങ്ങനെയെങ്കിലും പഠിച്ച് ഒരു സിവിൽ എഞ്ചിനീയർ ആകുക എന്നുള്ളത് എന്റെ ഹൃദയത്തിലെ ജീവിതത്തിലെ വലിയ ആഗ്രഹമായിരുന്നു. അങ്ങനെ 10ാം ക്ലാസ്സിന് അനന്തരം ഞാൻ പ്രീ ഡിഗ്രിക്ക് ഞങ്ങൾ പഠിക്കുന്ന കാലഘട്ടത്തിൽ പ്രീ ഡിഗ്രിയാണ് ഇന്നത്തെ +2 എന്ന് പറയുന്ന +1 +2 എന്ന് പറയുന്ന പ്രീ ഡിഗ്രി വിദ്യാഭ്യാസത്തിലേക്ക് ഞാൻ പോയി പ്രവേശിപ്പാൻ ഇടയായിത്തീർന്നു. ഞങ്ങളുടെ അടുത്തെന്ന് പറയുന്നത് ഏകദേശം ഒരു 16 കിലോമീറ്റർ, ഞങ്ങൾ താമസിക്കുന്ന വീട്ടിൽ നിന്ന് ഏകദേശം 16 കിലോമീറ്റർ. അത് 16 കിലോമീറ്ററും വാഹന സൗകര്യം വളരെ പരിമിതമായ സ്ഥലം ആയതുകൊണ്ട് ആ സ്ഥലത്തേക്ക് 16 കിലോമീറ്റർ കോളേജിലേക്ക് നടന്നാണ് യാത്ര ചെയ്യേണ്ടിയിരുന്നത്. ഒരു ദിവസം 32 കിലോമീറ്റർ നടന്ന് യാത്ര ചെയ്ത് എന്റെ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം ഉന്നതമായ നിലയിൽ പൂർത്തീകരിക്കാൻ എനിക്ക് അവസരം ലഭിച്ചു. അങ്ങനെ ഞാൻ പ്രീ ഡിഗ്രിക്ക് വളരെ നന്നായി പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടങ്ങൾ 1992 കാലഘട്ടങ്ങളിൽ ഞാൻ പ്രീ ഡിഗ്രി പഠിക്കുന്ന കാലഘട്ടങ്ങൾ ഞങ്ങളുടെ വീടിന് അടുത്തുള്ളതായ ഒരു CSI പള്ളിയിൽ ഒരു ആത്മീയ യോഗം നടക്കുന്നതിൻ്റെതായ ഒരു നോട്ടീസ് ലഭിക്കാനായിരുന്നു. ആ നോട്ടീസ് ലഭിച്ചു. അത് ഞങ്ങളുടെ ജീവിതത്തിന്റെ ഒരു വഴിത്തിരിവായി പിന്നീട് മാറ്റപ്പെടുവാൻ ഇടയായിരുന്നു. ലഭിച്ച നോട്ടീസ് എന്റെ മാതാവിന് ലഭിച്ച ആ നോട്ടീസിന് പ്രകാരം അവിടെ നടക്കുന്ന ആ പ്രത്യേക യോഗത്തിൽ പോയി സംബന്ധിപ്പാൻ ഒരു വലിയ താല്പര്യം തന്റെ ഹൃദയത്തിൽ ഉണ്ടാകുവാനിടയായിരുന്നു. അത് ദൈവം കൊടുത്ത ഒരു വലിയ ആത്മീയ താല്പര്യമായിരുന്നു. തനിക്ക് ലഭിച്ച ആ ആത്മീയ താല്പര്യം നിമിത്തം എന്റെ മാതാവ് ആ യോഗത്തിൽ പോയി സംബന്ധിപ്പാനും അവിടെ ദൈവവചനം കേൾക്കുവാൻ ഇടയായിത്തീർന്നു. അപ്പോൾ രാത്രി ഞങ്ങൾ താമസിക്കുന്ന വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 6 കിലോമീറ്റർ അകലെയാണ് ഈ യോഗങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് രാത്രി തിരിച്ച് വരുവാനുള്ള പ്രയാസകരമായ സാഹചര്യം ആയതുകൊണ്ട് നടന്നു വേണം യോഗത്തിലേക്ക് പോകാനും തിരിച്ച് വരാനായിട്ട്. അതുകൊണ്ട് തിരിച്ച് രാത്രി ഒറ്റയ്ക്ക് വരുവാനുള്ള പ്രയാസം കൊണ്ട് എന്നെയും എന്റെ മാതാവ് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ എനിക്ക് ഈ സുവിശേഷ യോഗങ്ങളോടൊന്നും വ്യക്തിപരമായി വലിയ താല്പര്യമില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് ഞാൻ സുവിശേഷ യോഗത്തിനുള്ള താല്പര്യം നിമിത്തം അല്ല എങ്കിലും എന്റെ മാതാവിന്റെ സഹായത്തിന് വേണ്ടി ആ യോഗങ്ങളിൽ കടന്നു പോകുവാനും അവിടെ വെച്ച് ദൈവവചനം കേൾക്കുവാനും എനിക്ക് അവസരം ലഭിച്ചു. അന്ന് സുവിശേഷം പ്രസംഗിച്ച വ്യക്തിയോട് ഒരുപാട് സംശയങ്ങളും ചോദ്യങ്ങളും ഒക്കെ ചോദിച്ച് അദ്ദേഹത്തെ കുഴപ്പിക്കണമെന്നും അദ്ദേഹത്തിന്റെ ആശയങ്ങളൊക്കെ തെറ്റാണ്, ഞാൻ ധരിച്ചു വച്ചിരിക്കുന്ന ആശയങ്ങളാണ് ശരിയെന്ന് അദ്ദേഹത്തെ പറഞ്ഞ് ധരിപ്പിക്കണം ഒക്കെ വിചാരിച്ച് ഞാൻ ആ യോഗങ്ങളിൽ കടന്നു ചെന്നു. ആദ്യത്തെ ദിവസം യോഗം കഴിഞ്ഞ് അദ്ദേഹത്തോട് എനിക്ക് കാര്യമായിട്ട് സംസാരിക്കാൻ അവസരം ലഭിച്ചില്ല. കാരണം ആ യോഗാനന്തരം അദ്ദേഹത്തിന്റെ അടുക്കൽ, ഈ പ്രസംഗത്തിന്റെ അടുക്കൽ ഒരുപാട് ആളുകൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കൂടി വന്നതുകൊണ്ട് അദ്ദേഹത്തോട് സംസാരിക്കാതെ ഞങ്ങൾ മടങ്ങിപ്പോന്നു. രണ്ടാമത്തെ ദിവസവും ഇങ്ങനെ തന്നെ സംഭവിച്ച യോഗത്തിന് അനന്തരം ഞങ്ങൾ മടങ്ങിപ്പോന്നു. മൂന്നാമത്തെ ദിവസം യോഗത്തിന്റെ അവസാനത്തെ ദിവസം 1992 ഏപ്രിൽ മാസം 22-ാം തീയതി ആ യോഗത്തിലെ ഒടുവിലത്തെ സമയം യോഗത്തിൽ ഈ പ്രസംഗൻ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരമുള്ളായ നിത്യജീവനെയും പാപക്ഷമയെയും കുറിച്ച് വളരെ വ്യക്തമായി ഓർമ്മപ്പെടുത്തി. യേശുക്രിസ്തു മുഖാന്തരമല്ലാതെ ആർക്കും നിത്യജീവൻ അനുഭവിക്കാൻ കഴിയുകയില്ല എന്നുള്ള മാറ്റമില്ലാത്ത ദൈവിക സന്ദേശം അദ്ദേഹം പങ്കുവച്ചിട്ട് അദ്ദേഹം ആ യോഗത്തിൽ ആയിരിക്കുന്ന വ്യക്തികൾക്ക് പ്രാർത്ഥിച്ച് കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവായി സ്വീകരിപ്പാൻ അവസരം കൊടുത്തു. അനേകരെ, എന്റെ മാതാവ് ഉൾപ്പെടെ അനേകരെ അന്ന് കർത്താവായ യേശുവിന് വേണ്ടി തങ്ങളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിപ്പാൻ ഇടയായി തീർന്നു. എന്നാൽ ഞാൻ അന്ന് രാത്രി ഒരു തീരുമാനം എടുക്കുവാൻ കഴിയാതെ തിരിച്ച് എന്റെ ഭവനത്തിലേക്ക് പോന്നു. ഞാൻ എന്റെ ഹൃദയത്തിൽ ഇങ്ങനെ ചിന്തിച്ചു, ഈ പ്രസംഗൻ പറയുന്ന കാര്യങ്ങളെല്ലാം ചിലപ്പോൾ 100% ശരിയായിരിക്കാം, ചിലപ്പോൾ എന്റെ ചിന്തകൾ ആയിരിക്കാം 100% ശരി, ചിലപ്പോൾ അദ്ദേഹം പറഞ്ഞതായിരിക്കും 100% ശരി. എന്നാൽ അദ്ദേഹം പറഞ്ഞത് ശരിയാണെങ്കിലും അല്ലെങ്കിലും ഇപ്പോൾ എനിക്ക് വേണ്ട, ഇപ്പോൾ എനിക്ക് ഇതിനോട് താല്പര്യമില്ല എന്ന് ചിന്തിച്ച് തീരുമാനമെടുത്ത് ഞാൻ എന്റെ വീട്ടിലേക്ക് വന്നു. ഞാൻ എന്റെ വീട്ടിൽ എത്തി. അന്ന് രാത്രി 92 ഏപ്രിൽ മാസം 22-ാം തീയതി രാത്രി വീട്ടിലെത്തി. ആഹാരമൊക്കെ കഴിച്ച് ഉറങ്ങുവാൻ കിടക്കുന്നതിന് മുൻപ് ഞാൻ ഒരു പുസ്തകമൊക്കെ എടുത്ത് വായിച്ചു. അന്ന് ആ കാലഘട്ടങ്ങളിലൊക്കെ ധാരാളം പുസ്തകങ്ങൾ വായിക്കുന്ന സ്വഭാവം എനിക്കുണ്ടായിരുന്നു. ഒരു പുസ്തകമൊക്കെ എടുത്ത് വായിച്ചു. ഉറങ്ങുവാൻ കിടന്നു. ഞാൻ കിടക്കുന്ന മുറിയിൽ ഞാൻ മാത്രമേ ഉള്ളൂ ആ മുറിയിൽ ആയിരിക്കുന്നത്. അന്ന് രാത്രി ഞാൻ കിടന്നു ഉറങ്ങി. ഏകദേശം 1 മണിയോട് അടുത്തപ്പോൾ ഉറങ്ങി എന്ന് പറയുവാനില്ല, ഒരു വലിയ മയക്കത്തിലേക്ക് ഞാൻ പോയി. ഏകദേശം 1 മണിയോട് അടുത്ത സമയത്ത് ഞാൻ പെട്ടെന്ന് ഒരു ശബ്ദം കേട്ടു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രവേശിക്കില്ല. ഈ ശബ്ദം കേട്ടപ്പോൾ അന്ന് ഞങ്ങൾ പാർക്കുന്ന വീട്ടിൽ കറണ്ട് സൗകര്യങ്ങളൊന്നുമില്ല. മെഴുകുതി മണ്ണെണ്ണ വിളക്കിലൊക്കെയാണ് ഞങ്ങൾ
വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് എന്റെ തലയണയുടെ അടിയിൽ ഒരു കൊച്ചു പെൻടോർച്ച് സൂക്ഷിക്കുന്നുണ്ട്. ആ പെൻടോർച്ച് എടുത്ത് ഞാൻ എന്റെ റൂമിൽ അടിച്ചു നോക്കി, ആ ടോർച്ച് തെളിച്ചു നോക്കി. ടോർച്ച് തെളിച്ചപ്പോൾ അവിടെ ആരെയും കണ്ടില്ല. എന്റെ ഉറക്കം നഷ്ടപ്പെട്ടു. എന്താണ് സംഭവിച്ചത് എന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ട് പിന്നെയും ഞാൻ അവിടെ കിടന്നപ്പോൾ ആ 3 ദിവസങ്ങളിൽ ആ സുവിശേഷൻ പ്രസംഗിച്ച പ്രസംഗം മുഴുവൻ എന്റെ ഹൃദയത്തിൽ കൂടെ ദൈവം ഓർമ്മപ്പെടുത്തുവാൻ ഇടയായി. ഏകദേശം ഒരു മണിക്കൂറോളം എന്റെ ഹൃദയത്തിൽ കൂടെ ചിന്തകളെല്ലാം ദൈവം തരുവാൻ ഇടയായി. ആ അവസരത്തിൽ ഞാൻ എന്റെ ബെഡിൽ എഴുന്നേറ്റിരുന്ന് ഞാൻ കർത്താവായ യേശുവോട് പ്രാർത്ഥിച്ചു. യേശുവേ, ഞാൻ പാപിയാണ്. എന്റെ സകല പാപങ്ങളെയും ക്ഷമിച്ച് അങ്ങ് ആഗ്രഹിക്കുന്ന പോലെ ഒരു നല്ല മനുഷ്യനാക്കി എന്നെ തീർക്കണം. സമാധാനം കൊണ്ട് എന്റെ ഹൃദയത്തെ നിറയ്ക്കണം. പ്രിയരെ, അന്ന് ഏകദേശം എനിക്ക് 18 വയസ്സുണ്ട്. എന്റെ ഹൃദയത്തിൽ അന്നുവരെയും ഒരു യഥാർത്ഥമായ സമാധാനം ഞാൻ അനുഭവിച്ചിട്ടില്ല. എന്റെ ഹൃദയത്തിൽ സമാധാനം അനുഭവിക്കാൻ കഴിയാതെ പോയതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്റെ പിതാവിന് ഒരുപാട് സാമ്പത്തിക നഷ്ടങ്ങൾ സംഭവിച്ചിട്ടാണ് ഞങ്ങൾ ഇടുക്കി ജില്ലയിൽ ഹൈ റേഞ്ചിലേക്ക് കുടിയേറ്റക്കാരായിട്ട് കടന്നുപോയത്. അവിടെ വളരെ ഭയാനകമായ, വളരെ ദാരിദ്ര്യപരമായ, വളരെ ദുഃഖപരമായ ജീവിത സാഹചര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ വളർന്നത്. അതുകൊണ്ട് എന്റെ ഹൃദയം എപ്പോഴും അസ്വസ്ഥമായിരുന്നു. പ്രത്യേകിച്ച് പണമുള്ള ആളുകളോട് വളരെ ഒരു വല്ലാത്ത മനോഭാവത്തിൽ ആയിരുന്നു. അവരൊരു ശത്രുവായിട്ടാണ് ഞാൻ അവരെ കണ്ടിരുന്നത്. എന്റെ ഹൃദയത്തിലെ ചിന്ത, പണമുള്ള ആളുകൾ പണം ഉണ്ടാക്കുന്നത് മറ്റാളുകളെ ദ്രോഹിച്ചിട്ടാണ് അവര് പണം ഉണ്ടാക്കുന്നത്. മറ്റാളുകളുടെയൊക്കെ പിടിച്ചു പറിച്ചിട്ടാണ് അവര് പണമൊക്കെ സമ്പാദിച്ച് ലോകത്തിലെ സമ്പന്നരായി തീർന്നുള്ള ചിന്ത എന്റെ ഹൃദയത്തിൽ എങ്ങനെയോ കടന്നിരുന്നു. അതുകൊണ്ട് എന്റെ ഹൃദയം എപ്പോഴും അസ്വസ്ഥമായിരുന്നു. ആ അസ്വസ്ഥമായ കാലത്താണ് ഞാൻ യേശു ക്രിസ്തുവിനെ എന്റെ രക്ഷിതാവും കർത്താവായി സ്വീകരിപ്പാൻ ദൈവം എനിക്ക് അവസരം ഒരുക്കി. അന്ന് രാത്രി 1992 ഏപ്രിൽ മാസം 22-ാം തീയതി ഞാൻ യേശുവോട് പ്രാർത്ഥിച്ചു. യേശുവേ, എന്റെ ഹൃദയത്തിലേക്ക് വന്ന് എന്റെ പാപങ്ങളെ ക്ഷമിച്ച് അവിടുന്ന് ആഗ്രഹിക്കുന്ന പോലെ നിത്യജീവനും പാപക്ഷമയുള്ള ഒരു വ്യക്തിയാക്കി എന്നെ മാറ്റണമേ. അന്ന് ഞാൻ ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചു. അല്പസമയം കഴിഞ്ഞ് ഞാൻ കിടന്ന് ഉറങ്ങി. പ്രിയരെ, വളരെ സന്തോഷത്തോടെ ഓർമ്മപ്പെടുത്തട്ടെ, രാവിലെ ഞാൻ എഴുന്നേൽക്കുമ്പോൾ, പതിപോലെ ഞാൻ രാവിലെ, പിറ്റേ ദിവസം ഞായറാഴ്ചയാണ്, രാവിലെ ഞാൻ എഴുന്നേൽക്കുമ്പോൾ എന്റെ ജീവിതത്തിൽ അന്നുവരെയും അനുഭവിക്കാത്ത, ഒരു മനുഷ്യനോട് എനിക്ക് പറഞ്ഞറിയിക്കുവാൻ കഴിയാത്ത ദിവ്യമായ ഒരു സമാധാനം കൊണ്ട്, സന്തോഷം കൊണ്ട് എന്റെ ഹൃദയം നിറയപ്പെടുവാൻ ഇടയായി തീർന്നു. കൃപയാൽ കർത്താവായ യേശു എന്റെ ജീവിതത്തിലേക്ക് കടന്നുകൊണ്ട് ഞാൻ ആത്മരക്ഷ പ്രാപിച്ച് ഒരു ദൈവവേദനായി തീരുവാൻ കർത്താവ് എനിക്ക് ഭാഗ്യകരമായ പദവി ഒരുക്കി. ആ ദൈവസ്നേഹത്തെ ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽ ഞാൻ പ്രാരംഭത്തിൽ തന്നെ ഓർമ്മപ്പെടുത്തട്ടെ, ഇതുവരെയും യേശുക്രിസ്തുവിനെ കുറിച്ച് ധാരാളം കേട്ടിട്ടും, യേശുക്രിസ്തുവിനെ കുറിച്ചുമായ സന്ദേശങ്ങൾ വായിച്ചിട്ടും, യേശുക്രിസ്തുവിനെ കുറിച്ച് നന്നായി അറിയാമായിരുന്നിട്ടും യേശുവിനെ നിങ്ങളുടെ രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിക്കാത്ത, യേശുവിനെ കർത്താവെന്ന് വായു കൊണ്ടേറ്റ് പറയുകയും ദൈവം തന്നെ മനുഷ്യരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്ത് നിത്യരക്ഷ പ്രാപിക്കാത്ത ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നുണ്ട്. പ്രിയരെ, നിങ്ങളുടെ ഹൃദയത്തിലേക്ക് യേശുക്രിസ്തു കടന്നു വരുവാൻ തക്കണം നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുമോ? നിശ്ചയമായി എന്റെ ജീവിതത്തിൽ കടന്നു വന്ന് എന്റെ അസമാധാനത്തെ മാറ്റി എനിക്ക് പാപക്ഷമ നൽകി എനിക്ക് നിത്യജീവന്റെ ഉറപ്പ് നൽകി തന്ന കർത്താവായ യേശു നിങ്ങളുടെയും ഹൃദയവാതിക്കൽ നിന്ന് മുട്ടുന്നു. യേശു കർത്താവിന്റെ വാഗ്ദത്തം ഇപ്രകാരമാണല്ലോ, കണ്ടാൽ ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. എന്നേക്കുമായി നമ്മോട് ചേർന്ന് വസിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. കർത്താവുമായുള്ള ഒരു സജീവമായ വ്യക്തിപരമായ ബന്ധത്തിലേക്ക് കടന്നു വരുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. അങ്ങനെ ആ യേശുവിനെ രക്ഷിതാവും കർത്താവായി സ്വീകരിച്ച് ഒരു വ്യക്തിപരമായ രക്ഷാബന്ധത്തിലേക്ക് കടന്നു വരുവാൻ 1992 ഏപ്രിൽ മാസം 22-ാം തീയതി കർത്താവ് എനിക്ക് കൃപയാൽ അവസരം ഒരുക്കി. അന്ന് രാവിലെ രാവിലെ എഴുന്നേറ്റപ്പോൾ എനിക്കുണ്ടായ ഒരു വലിയ പറഞ്ഞറിയിക്കുവാൻ കഴിയാത്ത വലിയ സന്തോഷം എന്റെ ഹൃദയത്തിൽ ദൈവം നൽകി തന്നതുകൊണ്ട് ഞാൻ ഉത്സാഹത്തോടുകൂടെ അന്ന് സുവിശേഷ യോഗം നടന്ന ആ പള്ളിയിലേക്ക്, അടുത്ത് CSI പള്ളിയിലേക്ക് ഞാൻ കടന്നു പോകുവാനിടയായിരുന്നു. അവിടെ ഞായറാഴ്ചത്തെ ആരാധനയിൽ പങ്കെടുക്കാൻ വേണ്ടി വളരെ താല്പര്യത്തോടെ, വളരെ ഉത്സാഹത്തോടെ ഞാൻ അവിടെ കടന്നു ചെന്നു. അവിടെയുള്ള ആത്മീയ ആരാധനകൾ സംബന്ധിപ്പാൻ ഇടയായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾക്ക് അത് ദൈവം ഒരു മുഖാന്തരമാക്കി തീർക്കുവാനിടയായിട്ടുണ്ട്. അങ്ങനെ നിരന്തരമായി ഞങ്ങൾ ആ പള്ളിയുമായി സഹകരിച്ചുകൊണ്ട് ആത്മീയ ആരാധനകളിലും പ്രാർത്ഥനകളിലും കൂടിവരവുകളിലും ഒക്കെ സജീവമായി നിലനിൽപ്പാൻ കർത്താവ് ഞങ്ങൾക്ക് ഭാഗ്യകരമായ അവസരം ഒരുക്കി തന്നു. ഏകദേശം 18 വയസ്സ് വരെയും ഒരു പള്ളിയുമായോ ഒരു ആത്മീയ കൂട്ടായ്മകളുമായോ വ്യക്തിപരമായ ഒരു ബന്ധമില്ലാതിരുന്ന എനിക്കും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും അതൊരു വഴിത്തിരിവിന്
ദൈവം കാരണമാക്കി. എന്റെ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം ഞാൻ പൂർത്തീകരിച്ചു. അതിനിടയ്ക്ക് ദൈവം എനിക്ക് എന്റെ ഹൃദയത്തിൽ കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച ആ കാലം മുതൽ, ആ ദിവസം മുതൽ എന്റെ ഹൃദയത്തിൽ ദൈവം ഒരു വലിയ ആത്മീയ താല്പര്യം യേശു ക്രിസ്തുവിനെ കുറിച്ച് കൂടുതൽ പഠിക്കണമെന്നും അറിയണമെന്നും ദൈവം വായിക്കണമെന്നും പ്രാർത്ഥിക്കണമെന്നും ഒക്കെയുള്ളതായ ഒരു വലിയ ആത്മീയ ദാഹം, ആത്മീയ താല്പര്യം ദൈവം എന്റെ ഉള്ളിൽ നൽകുവാൻ. അന്ന് മുതൽ ഞാൻ വേദപുസ്തകം വായിക്കുവാനും വ്യക്തിപരമായി പ്രാർത്ഥിക്കുവാനും ഒക്കെ ശീലിക്കുവാൻ തുടങ്ങി. അതിന്റെ ജീവിതത്തിന്റെ ഭാഗമായി മാറ്റപ്പെടുവാൻ ഇടയായിട്ടുണ്ട്. ദൈവത്തിന്റെ വചനം എന്നെ നിരന്തരമായി ഉപദേശിക്കുകയും വഴി നടത്തുകയും ചെയ്യുന്നത് എനിക്ക് മനസ്സിലാക്കുവാൻ ഇടയായിട്ടുണ്ട്. അങ്ങനെ ഞാൻ എന്റെ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസത്തിന്റെ ഒടുവിലത്തെ സമയം ആയപ്പോൾ 2ാം വർഷം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യ ക്യാമ്പസ് ക്രിസ്ത്യൻ ഫോർ ക്രൈസ്റ്റ് എന്നതായ ക്രിസ്തീയ സംഘടനയിലെ ചില പ്രവർത്തകരുമായി പരിചയപ്പെടുവാനും അവർ ഞങ്ങളുടെ ഭവനത്തിൽ നിന്ന് ചില ആത്മീയയോഗങ്ങളെ നടത്തുവാൻ ഒക്കെ ഇടയായിട്ടുണ്ട്. ആ പ്രിയപ്പെട്ട സഹോദരന്മാരുടെ ഉത്സാഹിപ്പിക്കൽ നിർബന്ധവും നിമിത്തം ഞാൻ കോളേജ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി നടത്തപ്പെട്ടതായ ഒരു സുവിശേഷ പരിശീലന ക്യാമ്പില് കടന്നു പോകുവാൻ ഇടയായിട്ടുണ്ട്. ആ സുവിശേഷ പരിശീലന ക്യാമ്പിൽ ആ വർഷത്തെ ഓണ അവധിക്ക് നടന്നതായ ആ സുവിശേഷ പരിശീലന ക്യാമ്പിൽ വെച്ച് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് എങ്ങനെ മറ്റൊരു വ്യക്തിയുമായിട്ട് പങ്കുവെക്കാമെന്നുള്ളതായ ലഘുവായ പരിശീലനം എനിക്ക് ലഭ്യമായിട്ട് ക്യാമ്പസ് ഉപയോഗിച്ചതായ 4 ആത്മീയ നിയമങ്ങൾ എന്നതായ ഒരു കൊച്ചു ബുക്ക്ലെറ്റ് ഉപയോഗിച്ചുകൊണ്ട്, ആ ചെറിയൊരു പുസ്തകം ഉപയോഗിച്ചുകൊണ്ട് മറ്റൊരു വ്യക്തിയോട് എങ്ങനെ യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തെ കുറിച്ച് പറയുവാൻ കഴിയും എന്നുള്ള ഒരു പരിശീലനം എനിക്ക് ലഭിച്ച പരിശീലനം ഉപയോഗിച്ചുകൊണ്ട് ആ പരിശീലന സ്ഥലത്ത് വെച്ച് തന്നെ അന്ന് മുതൽ ഞാൻ മറ്റുള്ളവരോട് യേശുവിനെ കുറിച്ച് പങ്കുവെക്കുവാൻ തുടങ്ങി. അതെന്റെ ജീവിതത്തിൽ ഒരു വലിയ ആത്മീയ സന്തോഷത്തിന് ഇടയായി തീർന്നു. അങ്ങനെ അനേകരെ കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് പരിചയപ്പെടുത്തുവാനും യേശു ക്രിസ്തുവിലേക്ക് നടത്തുവാനും ദൈവം എനിക്ക് അവസരം ഒരുക്കി. ഞാൻ പഠിച്ചതായ കോളേജിൽ മുരിക്കാശ്ശേരി പാവനാത്മ കോളേജ് എന്ന കോളേജിലാണ് ഞാൻ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം ചെയ്യുന്നത്. ആ കോളേജില് അവിടെ ചില കുട്ടികളെ ചേർത്തുകൊണ്ട് ചില എന്നിൽ കൂടെ ദൈവം കേട്ടതായ കർത്താവായ യേശുവിനെ സ്വീകരിച്ചതായ ചില പ്രിയപ്പെട്ടവരെ ചേർത്തുകൊണ്ട് ഒരു കൊച്ചു പ്രാർത്ഥന കൂടി വരവും അവിടെ ആരംഭിപ്പാൻ ദൈവം എനിക്ക് അവസരം ഒരുക്കി. ഞാൻ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം ഏറ്റവും നല്ല നിലയിൽ പൂർത്തീകരിപ്പാൻ എനിക്ക് കഴിഞ്ഞു. ഞാൻ പ്രതീക്ഷിച്ചതുപോലെ ഒരു ഉന്നതമായ വിജയം ദൈവം എനിക്ക് നൽകി തരുവാൻ ഇടയായിട്ടുണ്ട്. എങ്കിലും ഞങ്ങളുടെ വീട്ടിലെ സാമ്പത്തികമായ സ്ഥിതി വളരെ മോശം ആയിരുന്നത് കൊണ്ട് എനിക്ക് തുടർന്ന് ഞാൻ ആഗ്രഹിച്ചതുപോലെ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസത്തിലേക്കോ പഠനത്തിലേക്കോ ഒന്നും പോകുവാനായിട്ട് കഴിഞ്ഞില്ല. അപ്പോൾ എന്റെ ഉള്ളിലുണ്ടായ ഒരു ചിന്ത, എങ്ങനെയെങ്കിലും ഒരു നല്ല ജോലി സമ്പാദിക്കണം, എങ്ങനെയെങ്കിലും എന്റെ ഭവനം ഞാൻ മുഖാന്തരം രക്ഷപ്പെടണം, സാമ്പത്തികമായി അഭിവൃദ്ധി ഉണ്ടാകണം, എന്റെ മാതാപിതാക്കൾക്ക് ഞാൻ ആശ്വാസമായി തീരണം എന്നുള്ള ചിന്ത എന്റെ ഹൃദയത്തെ പരിപാറ്റിയായിട്ടുണ്ട്. അങ്ങനെ ഞാൻ പലവിധമായ ജോലികളിലേക്ക് ഏർപ്പെട്ടു. എന്നാൽ കഴിയുന്ന ശാരീരികമായ അധ്വാനങ്ങൾ, അതുപോലെ തന്നെ മറ്റ് ബിസിനസ് മേഖലകളിലൊക്കെ ഞാൻ ഇടപെടുകയായി തീർന്നു. ആ കാലത്ത് വളരെ സാമ്പത്തികമായി ഞങ്ങളെ പോലുള്ള ചെറുപ്പക്കാർക്ക് പ്രവർത്തിക്കുവാൻ കഴിയുന്നതായ LIC, PLS തുടങ്ങിയതായ ഒരുപാട് ഫിനാൻസ് കമ്പനികളുടെ ഏജൻസികളൊക്കെ എടുത്ത് അതുപോലെ ഒരുപാട് പ്രവർത്തനങ്ങളോട് ചേർന്ന് നിന്ന് അത്യാവശ്യമായി പണം സമ്പാദിപ്പാനും ജോലി ചെയ്യുവാനും ഒക്കെ ദൈവം എനിക്ക് അവസരം ഒരുക്കുന്നു. അപ്പോൾ തന്നെ എന്റെ ജോലി കൊണ്ട് ഞാനായിരിക്കുമ്പോൾ തുടർ പഠനം ഇനി ആവശ്യമില്ല എന്ന്, അല്ലെങ്കിൽ തുടർ പഠനം നടത്തുവാൻ കഴിയുകയില്ല എന്ന് ഞാൻ ചിന്തിക്കുന്ന സമയത്ത് എന്റെ ഡിഗ്രി വിദ്യാഭ്യാസവും ചെയ്യുവാൻ ദൈവം എനിക്ക് അവസരം ഒരുക്കി. കട്ടപ്പന ഗവൺമെന്റ് കോളേജില് ഡിഗ്രിക്ക് ജോയിൻ ചെയ്യുവാനും അവിടെ പഠിപ്പാനും ഒക്കെ അവസരം ഒരുക്കി. അങ്ങനെ പഠനവും ജോലിയും ഒക്കെ ആയിട്ട് ഞാൻ മുൻപോട്ട് പോകുമ്പോൾ 1994 ഡിസംബർ മാസം 1 മുതൽ 4 വരെ തിരുവല്ല നവജീവോദയം എന്ന് പറയുന്നതായ ഒരു സെന്റർ ഉണ്ട്. ഒരു ബൈബിൾ കോളേജും യൂത്ത് സെന്ററുമാണ്. ആ സ്ഥലത്ത് യുവജനങ്ങൾക്കായിട്ട് നടത്തപ്പെടുന്നതായ യൂത്ത് ഫോർമേഷൻ 94 എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുവാൻ കർത്താവ് എനിക്ക് അവസരം തന്നു. അത് ഞാൻ നേരത്തെ പ്ലാൻ ചെയ്തതോ നേരത്തെ ചിന്തിച്ചതെന്നോ ഒന്നുമല്ല. അത് ദൈവമായി എനിക്ക് വേണ്ടി ഒരുക്കിയതാണ്. എന്റെ ഭവനത്തിലെ ഞാൻ നേരത്തെ സാക്ഷ്യത്തിന്റെ പ്രാരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ എന്റെ മൂത്ത സഹോദരനും ഒരു ആത്മീയ പാതയിലേക്ക് അദ്ദേഹം ഒരു തികഞ്ഞ രാഷ്ട്രീയക്കാരനായിരുന്നു എങ്കിലും ദൈവം അദ്ദേഹത്തെയും വിടുവെച്ചു. താനും ഒരു ആത്മീയ പാതയിലേക്ക് നടത്തപ്പെടുവാനും ഒരു മിഷണറിയായി ആദിവാസികളുടെ ഇടയിൽ അദ്ദേഹം പോയി പ്രവർത്തിപ്പാൻ ഇടയായിട്ടുണ്ട്. അദ്ദേഹം എന്നെ ഉത്സാഹിപ്പിച്ച് അദ്ദേഹം പോകേണ്ടിരുന്ന ഒരു മീറ്റിംഗിൽ അദ്ദേഹത്തിന് പകരക്കാരനായിട്ട് ഞാൻ ആ മീറ്റിംഗിൽ പോയി പങ്കെടുക്കുവാൻ ഇടയായിട്ടുണ്ട്. ഡിസംബർ മാസം 1 മുതൽ 4 വരെ നടന്നതായ ആ യോഗത്തിൽ വെച്ച് ആദ്യത്തെ ദിവസത്തിലെ ആദ്യത്തെ സന്ദേശത്തിൽ തന്നെ
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്റെ ഹൃദയത്തിൽ എന്നോട് സംസാരിക്കുന്നതായ ആ ദൈവ വചനത്തിന്റെ ശബ്ദം ഞാൻ തിരിച്ചറിയുവാൻ ഇടയായിട്ടുണ്ട്. എന്നെ കുറിച്ചുമായ കർത്താവിന്റെ വലിയ പദ്ധതി, ഞാന് ഈ ലോകത്തിലെ ജോലികൾ ചെയ്ത് ഈ ലോകത്തിൽ സമ്പാദിച്ച് ഈ ലോകം കൊണ്ട് അവസാനിപ്പിക്കുന്ന ഒരു ജീവിതമല്ല ദൈവം എന്നെ കുറിച്ച് വിഭാവനം ചെയ്തിരിക്കുന്നത്. ഞാന് ഒരു പൂർണ്ണ സമയ സുവിശേഷകനാകുക എന്നുള്ളതാണ് എന്റെ ജീവിതത്തിലെ ആ ദൈവത്തിന്റെ പദ്ധതി എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുവാടിയായിരുന്നു. ആ പദ്ധതി ഞാൻ മനസ്സിലാക്കി ആ ഡിസംബർ മാസം 1-ാം തീയതി ആദ്യത്തെ സന്ദേശത്തിൽ തന്നെ എനിക്കത് തിരിച്ചറിയുവാൻ കഴിഞ്ഞുവെങ്കിലും ഞാൻ കർത്താവിനോട് ഇപ്രകാരം എന്റെ ഹൃദയത്തിൽ നിന്ന് മറുപടി പറഞ്ഞു, യേശുവേ, എനിക്ക് ഇപ്പോൾ വരുവാൻ സാധ്യമല്ല. കാരണം എന്റെ വീട്ടിലെ സാഹചര്യങ്ങൾ അങ്ങനെയായിരുന്നു. പ്രായമായി കൊണ്ടിരിക്കുന്ന മാതാപിതാക്കൾ എനിക്കുണ്ട്. എന്റെ സഹോദരൻ പൂർണ്ണസമയം സുവിശേഷ പ്രവർത്തനമായതുകൊണ്ട് അവർ എന്റെ ഭവനത്തിലെ എന്റെ സഹോദരങ്ങളുടെയും മാതാപിതാക്കളുടെയും ഒക്കെ വലിയൊരു പ്രതീക്ഷയായിരുന്നു ഞാൻ എങ്ങനെയെങ്കിലും ഒരു നല്ല വിദ്യാഭ്യാസം പൂർത്തീകരിച്ച് നല്ലൊരു ജോലിയൊക്കെ സമ്പാദിച്ച് ഞങ്ങളുടെ വീട്ടിലെ കഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ മാറുമെന്ന് അവരൊക്കെ ചിന്തിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അത്. അങ്ങനെ ആയിരിക്കുന്ന സമയത്ത് ആണ് കർത്താവിനെ പൂർണ്ണസമയ സുവിശേഷ വിളിക്ക് വേണ്ടി വിളിക്കുന്നു എന്നുള്ള ബോധ്യം എന്റെ ഹൃദയത്തിൽ ഉണ്ടാകുവാനായിരുന്നു. 1-ാം തീയതിയും 2-ാം തീയതിയും 3-ാം തീയതിയും ഒക്കെ ദൈവം എന്നോട് സംസാരിച്ച ദൈവം എന്റെ മുമ്പാകെ സമർപ്പിക്കപ്പെടുവാൻ കഴിയാതെ ഞാൻ കർത്താവെ ഇപ്പോൾ കഴിയുകയില്ല എന്ന് എന്റെ ഹൃദയം കൊണ്ട് മറുപടി പറഞ്ഞ് ഞാനായിരിക്കുമ്പോൾ ഡിസംബർ മാസം 4-ാം തീയതി രാവിലെ ഞങ്ങള് താമസിക്കുന്ന ഒരു ടെന്റിനകത്താണ് താമസിക്കുന്നത്. ഏകദേശം 1500-ലധികം ചെറുപ്പക്കാരുണ്ട്. വിവിധ നിലകളിൽ ജോലി ചെയ്യുന്നവരുണ്ട്, ജോലി ചെയ്യാത്തവരുണ്ട്, പഠിക്കുന്നവരുണ്ട്, വിവിധ ജീവിത സാഹചര്യങ്ങളിൽ കൂടെ കടന്നു വന്നവരുണ്ട്. ഞങ്ങൾ പാർക്കുന്ന ടെന്റിനകത്ത് എല്ലാവർക്കും ഓരോ പായും ഓരോ തലവണയും ഉണ്ട്. എന്റെ പായിൽ ഇരുന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ട് വിശുദ്ധ ബൈബിൾ തുറന്ന് വായിക്കുമ്പോൾ അന്ന് സ്ഥിരമായി റെഗുലറായി ക്രമീകൃതമായി ദൈവവചനം വായിക്കുന്ന പ്രത്യേക സ്വഭാവങ്ങളൊന്നുമില്ല. ഞാന് സാധാരണയായി ആളുകൾ ചെയ്യുന്ന പോലെ, യാത്രയ്ക്കൊക്കെ പുറപ്പെടുന്ന സാധാരണക്കാർ ചെയ്യുന്ന പോലെ ബൈബിൾ തുറക്കുന്ന ഭാഗം ആദ്യം കാണുന്ന ഭാഗം ഏതാണോ അത് വായിക്കും, അത് കുറച്ച് അധികം ഭാഗങ്ങൾ വായിക്കും. അങ്ങനെയാണ് ഞാൻ സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല ദൈവവചനം വായിക്കേണ്ടതും പഠിക്കേണ്ടതെന്നും പിന്നീട് എനിക്ക് ലഭിച്ച ട്രെയിനിങ്ങിൽ കൂടി എനിക്ക് മനസ്സിലാക്കുവാൻ അന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ട് ബൈബിൾ തുറന്നു. ദൈവമേ, എന്നോട് ദൈവം സംസാരിക്കണം എന്നുള്ള ആഗ്രഹത്തോടെ ഞാൻ ബൈബിൾ തുറന്നു. ബൈബിൾ തുറന്ന് ഞാൻ വായിക്കുമ്പോൾ, പ്രിയരെ, ഞാൻ ആദ്യം വായിക്കുന്ന ഭാഗം ഞാനൊന്ന് വായിച്ചുകൊണ്ടിരിക്കുന്ന ബൈബിൾ എന്റെ പിതാവ് ദീർഘനാളുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു പുതിയ നിയമവും സങ്കീർത്തനമുള്ള ഒരു ബൈബിളാണ്. ആ ബൈബിൾ എന്റെ പിതാവ് പല സ്ഥലങ്ങളിലും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. എന്റെ പിതാവ് പല സ്ഥലങ്ങളിലും വരച്ചിട്ടുണ്ട്, അടയാളപ്പെടുത്തിയിട്ടുണ്ട്, ടെക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ എടുത്ത് വായിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: എന്നേക്കാൾ അധികമായി അപ്പനെയോ അമ്മയോ വസ്തുക്കളെയോ നിലങ്ങളെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് കൊള്ളാവുന്നതല്ല. തന്റെ ക്രൂശ് എടുത്ത് എന്റെ പിന്നാലെ വരാത്തവനും എനിക്ക് യോഗ്യനല്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി, കർത്താവ് എന്നോട് പിന്നെയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ ആഗ്രഹം, ദൈവത്തിന്റെ പദ്ധതി, ഞാൻ പൂർണ്ണസമയം സുവിശേഷ വേലക്കാരനായി തീരണം എന്നുള്ളതത്രേ. പ്രിയരെ, ആ ദൈവശബ്ദം എന്നെ വല്ലാതെ കുഴയ്ക്കുവാൻ ഇടയായി തീർന്നു. എന്ത് ചെയ്യണം എന്നറിയാതെ ഞാൻ ഒരു നിമിഷം ഭാരപ്പെട്ടു. എന്റെ മുൻപിൽ എനിക്ക് സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് പോകുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ എനിക്ക് ഇഷ്ടക്കുറവില്ല. പക്ഷെ എന്റെ മുൻപിൽ എന്റെ പിതാവിനെ കുറിച്ചുള്ള, എന്റെ മാതാവിനെ കുറിച്ചുള്ള, എന്റെ ഭാവിയെ കുറിച്ചുള്ള ചിന്ത എന്നെ വല്ലാതെ കുഴയ്ക്കുവാൻ ഇടയായിട്ടുണ്ട്. അന്ന് ഞാൻ കർത്താവിന് മുൻപാകെ പിന്നെയും പ്രാർത്ഥിച്ചു. ഞാൻ എന്റെ ബൈബിളൊക്കെ അടച്ചു വെച്ച് എന്റെ പായിൽ, എനിക്ക് ലഭിച്ച പായിൽ ഇരുന്നുകൊണ്ട് ഞാൻ എന്റെ പ്രഭാതത്തിൽ പ്രാർത്ഥിച്ചു, യേശുവേ, ഞാൻ അങ്ങ് പറയുന്നത് പോലെ സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വരാം. പക്ഷെ എന്റെ ജീവിതത്തിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കും എന്ന് ദൈവം എന്നോട് പറയണം. പ്രിയരെ, ഞാന് ചെയ്തുകൊണ്ടിരുന്ന ജോലിയോട് ബന്ധത്തിൽ എനിക്ക് ഒരു മാസം ഒരു 10,000 രൂപ വരെയൊക്കെ ആ കാലഘട്ടങ്ങളിൽ സമ്പാദിക്കുവാൻ കഴിയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് പോലും എന്റെ ആവശ്യങ്ങൾ നടക്കാത്ത ഒരു കാലഘട്ടമായിരുന്നു അത്. അതുകൊണ്ട് ഞാൻ കർത്താവിന് പറഞ്ഞു, കർത്താവേ, ഞാൻ സുവിശേഷ വേലയ്ക്ക് വരുന്നതിൽ എനിക്ക് താല്പര്യമുണ്ട്. പക്ഷെ എങ്ങനെ എന്റെ കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ച് ദൈവം എന്തെങ്കിലും എന്നോട് സംസാരിക്കുകയും എനിക്കൊരു ഉറപ്പ് തരികയും ചെയ്താൽ ഞാൻ സുവിശേഷ വേലയ്ക്ക് വരാം എന്നൊരു ചിന്ത എന്റെ ഹൃദയത്തിലുണ്ടായി. ഞാൻ പ്രാർത്ഥിച്ചു. ഞാന് ഈ പ്രാർത്ഥന അനന്തരം ബൈബിൾ ഒരിക്കൽ കൂടെ തുറന്ന് ഞാൻ വായിക്കുമ്പോൾ ഞാൻ വായിച്ച വേദഭാഗം ഇങ്ങനെയാണ്. ഞാൻ എടുക്കുകയും തുറന്ന് എന്റെ കണ്ണുടക്കുന്ന വേദഭാഗം ഇങ്ങനെയാണ്: എന്റെ നിമിത്തമോ ദൈവരാജ്യ നിമിത്തമോ അപ്പനെയോ അമ്മയോ വസ്തുക്കളെയോ നിലങ്ങളെയോ വിട്ടുകളയുന്നവന് ഈ ലോകത്തിൽ ഉപദ്രവങ്ങളോടുകൂടെ 100 മടങ്ങും വരുവാനുള്ള ലോകത്തിൽ നിത്യജീവനെയും
അവകാശമാക്കാതെ വരികയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയും. പ്രിയരെ, എനിക്ക് ഒരു കാര്യം വളരെ വ്യക്തമായി ബോധ്യമായി കർത്താവായ യേശു എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. തന്റെ മഹത്വകരമായ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുവാൻ, തന്റെ മഹത്വകരമായ വേലയുടെ പങ്കാളിയായി തീരുവാൻ യേശു എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശു എന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നുള്ള ഒരു വലിയ വിശ്വാസം, ദൈവം നിന്ന് ഒരു ഉറപ്പ് എനിക്ക് ദൈവം നൽകി പരിപാടിയായിരുന്നു. ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ആരുടെയെങ്കിലും ഹൃദയത്തിൽ കർത്താവ് തന്റെ വേലയെ കുറിച്ചുള്ള ഒരു വലിയ ദർശനവും ഒരു ആത്മഭാരവും നിങ്ങൾക്ക് നൽകി തന്നിട്ടും നിങ്ങളുടെ ഉപജീവന ചിന്തകൾ കൊണ്ട്, നിങ്ങളുടെ മക്കളെ കുറിച്ചുള്ള ഭാരങ്ങൾ കൊണ്ട്, നിങ്ങളുടെ സഹോദരങ്ങളെ കുറിച്ചുള്ള ഉത്തരവാദിത്ത ബോധങ്ങൾ കൊണ്ട്, നിങ്ങളുടെ മാതാപിതാക്കളെ കരുതണമെന്നുള്ള ആ ഒരു വലിയ വിഷമം കൊണ്ട് നിങ്ങൾ കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങുവാൻ കഴിയാതെ നിങ്ങളുടെ ജീവിതത്തെ ഇന്നും നിങ്ങൾ ഭാരത്തോടെ കഴിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ ധൈര്യത്തോടെ ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ പ്രിയരെ, യേശു വിശ്വസ്തനായ ദൈവത്തെ, അവിടുന്ന് വാക്ക് പറഞ്ഞാൽ മാറാത്ത കർത്താവത്തെ, അവിടുന്ന് ലോകാവസ്ഥാനത്തോട് നമ്മോട് കൂടെ ഇരിക്കുന്ന ദൈവത്തെ. അവൻ എന്നോട് പറഞ്ഞു, ഞാൻ നിന്റെ എല്ലാ കാര്യങ്ങളും നോക്കി. ഞാൻ എന്റെ വേദപുസ്തകം അടച്ചു. ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവേ, ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി എന്നെ തന്നെ സമർപ്പിച്ചു. ആ പ്രഭാതത്തിൽ ഞാൻ അങ്ങനെ സമർപ്പിച്ചു. 94 ഡിസംബർ മാസം 4-ാം തീയതി ഞാൻ എന്നെ തന്നെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കാൻ ഇടയായിരുന്നു. അങ്ങനെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ട ഞാൻ ആ മീറ്റിംഗ് അന്ന് ഉച്ചകൊണ്ട് അന്നത്തെ മീറ്റിംഗ് അവസാനിച്ചു. 4 ദിവസത്തെ മീറ്റിംഗ് അവസാനിച്ചു. അവിടെ തീരുമാന കാർഡുകൾ എഴുതി കൊടുത്തിട്ടാണ് ഞങ്ങൾ തീരുമാനങ്ങൾ എടുത്തവരൊക്കെ ആ മീറ്റിംഗിൽ നിന്ന് മടങ്ങിയത്. ഞാൻ പൂർണ്ണസമയം സുവിശേഷ വേലയ്ക്ക് വേണ്ടി തീരുമാനമെടുത്ത ഞാൻ അങ്ങനെ ഒരു തീരുമാന കാർഡൊക്കെ എഴുതി കൊടുത്ത് എന്റെ ഭവനത്തിലേക്ക് മടങ്ങി വന്നു. ഇനി എന്റെ ഭവനത്തിൽ വന്ന് ഞാൻ നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ട്, കർത്താവേ, ഞാൻ സുവിശേഷ വേലയ്ക്ക് പോകുവാൻ തീരുമാനമെടുത്തു. ഇനി എന്ത് ചെയ്യണം എന്ന് എനിക്ക് അറിയത്തില്ല. ആരുടെ കൂടെയാണ് ഞാൻ പ്രവർത്തിക്കേണ്ടതെന്ന് എനിക്കറിയത്തില്ല. ആരാണ് എന്നെ സഹായിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ എവിടെ എത്തിച്ചേരണമെന്ന് എനിക്കറിയത്തില്ല. ദൈവം എനിക്ക് വഴികാട്ടിയായിരിക്കണമെന്ന് ഞാൻ നിരന്തരമായി പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രിയരെ, ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ, ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എനിക്ക് പല മിഷൻ സംഘടനകളിൽ നിന്ന് അവരെ എഴുത്തുകൾ അയക്കുവാൻ തുടങ്ങി. അവരുടെ കൂടെ ചേർന്ന് പ്രവർത്തിക്കാം, അവരുടെ ട്രെയിനിങ് സെന്ററുകൾ അറ്റൻഡ് ചെയ്യാം, അവരുടെ മിഷണറി ആയിട്ട് നിൽക്കാം എന്നൊക്കെ പലരും എനിക്ക് വാഗ്ദാനങ്ങളൊക്കെ തന്നുകൊണ്ട് അവരെനിക്ക് എഴുത്തുകൾ അയക്കുവാൻ തുടങ്ങി. ഇന്നത്തെ കാലത്തെ പോലെ ഫോൺ സൗകര്യങ്ങളൊന്നുമില്ല, എഴുത്തുകൾ മാത്രമേ ഉള്ളൂ അന്ന്. ആ എഴുത്തുകളൊക്കെ ഓരോ എഴുത്തുകൾ ലഭിക്കുമ്പോൾ ഏകദേശം ഒരു 14-15 സംഘടനകളിൽ നിന്ന് എനിക്ക് അങ്ങനെ എഴുത്തുകൾ ലഭിപ്പാടിയായിട്ടുണ്ട്. ഞാൻ ഓരോ സംഘടനകളിൽ നിന്നും എഴുത്തുകൾ ലഭിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു, കർത്താവേ, ഞാൻ ഇവരുടെ കൂടിയാണോ പോകേണ്ടത്? ദൈവം എന്നോട് സംസാരിക്കണം. ദൈവം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ എന്റെ ഹൃദയത്തിൽ ഒരു ഉറപ്പ് ലഭിച്ചില്ല. ഇവരുടെ കൂടിയാണ് പോകേണ്ടതെന്നുള്ള ഒരു ഉറപ്പ് എനിക്ക് ലഭിച്ചില്ല. അതുവരെയുള്ള എന്റെ ക്രിസ്തീയ പാരമ്പര്യം അനുസരിച്ച്, എന്റെ ക്രിസ്തീയ അനുഭവം അനുസരിച്ച് ഞാൻ സൺഡേ സ്കൂളിൽ പഠിച്ചിട്ടില്ല, ബൈബിൾ സ്കൂളിൽ പഠിച്ചിട്ടില്ല, കൃത്യമായി ദൈവവചനം വായിച്ചു പഠിച്ചിട്ടില്ല. ഞാൻ 92 ഏപ്രിൽ മാസം 22-ാം തീയതി യേശുവിന്റെ രക്ഷിതാവും കർത്താവായി സ്വീകരിച്ച ദിവസം മുതൽ പള്ളി ആരാധന സംബന്ധിക്കുകയും ബൈബിൾ വായിക്കുകയും വ്യക്തമായി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും ആയിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എനിക്കൊരു ഒരു ട്രെയിനിങ് ആവശ്യത്തിനുള്ള ട്രെയിനിങ് ഇല്ലായിരുന്നു. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിപ്പാൻ തുടങ്ങി, ആരുടെ കൂടിയാണ് മുൻപോട്ട് പോകേണ്ടത്. അങ്ങനെ ഞാൻ വളരെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ 95 ഫെബ്രുവരി മാസം ആ സമയമായപ്പോൾ ക്യാമ്പസ് ക്രൂസൈഡിലെ ചില സഹോദരന്മാര് എന്നെ കാണുകയും അവര് എന്റെ തീരുമാനങ്ങൾ അവർ അറിയുവാൻ ഇടയായിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ ഒരു പൂർണ്ണസമയ സുവിശേഷകനായി പോകുവാൻ തീരുമാനിച്ചു എന്നുള്ള വിവരം അവരറിഞ്ഞു. അവരെന്നെ പ്രോത്സാഹിപ്പിച്ചു. അവരോട് പറഞ്ഞു, ക്യാമ്പസ് ക്രൂസൈഡിന് ജീസസ് ഫിലിം എന്ന് പറയുന്നതായ ഒരു മിനിസ്ട്രി ഉണ്ട്, ഒരു പ്രവർത്തനമുണ്ട്. അത് വില്ലേജുകളിലേക്ക് പോകുക, അവിടെ ജീസസ് എന്ന് പറയുന്നതായ സിനിമ കാണിക്കുക. നിങ്ങൾ ചിലരൊക്കെയെങ്കിലും ആ ജീസസ് എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ടാകാം. ലോകത്തിലെ ഏകദേശം 420-ലധികം ഭാഷകളിൽ ഭാഷാന്തരം ചെയ്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു വലിയ ടൂളായിരുന്നു. സുവിശേഷം അറിയിക്കേണ്ടതിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു വലിയ മാധ്യമമായിരുന്നു. അതിന്റെ പങ്കാളിയായി തീരാമെന്ന് അവരെന്നെ ആഹ്വാനം ചെയ്തു. അവരുടെ ആഹ്വാനത്തിന് മുൻപാകെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ പരിശുദ്ധാത്മാവ് എന്റെ ഉള്ളിൽ എനിക്ക് ഉറപ്പ് നൽകിയിട്ടുന്നു, ഇതാണ് നിനക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന സുവിശേഷ വിലക്ക് നിനക്കുമായി ഒരുക്കി വെച്ചിരിക്കുന്ന വഴി. അങ്ങനെ ഞാന് ആ പ്രവർത്തനത്തിലേക്ക് ജോയിൻ ചെയ്യുവാനായിട്ട് തീരുമാനിച്ചു. അതിന്റെ ആപ്ലിക്കേഷൻ ഒക്കെ ഫില്ല് ചെയ്ത് അയച്ചു. അവരെന്നെ വിളിച്ചു. ട്രെയിനിങ്ങിന് വേണ്ടി വിളിക്കുന്നത് കോട്ടയത്തുള്ളതായ ക്യാമ്പസിന്റെ കോട്ടയത്തുള്ള ഓഫീസിലാണ് അവരെന്നെ ട്രെയിനിങ്ങിന് വേണ്ടി വിളിക്കുന്നത്. ട്രെയിനിങ് ഞാൻ വന്നു. 95 മാർച്ച് മാസത്തിൽ ഞാൻ
ക്യാമ്പസിന്റെ കോട്ടയത്തുള്ള ഓഫീസിൽ വന്നു ട്രെയിനിങ് ഒക്കെ എടുത്തു. ഒരു 15 ദിവസത്തെ ട്രെയിനിങ് എങ്ങനെ ദൈവം വായിക്കണം, പഠിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണം, എങ്ങനെയാണ് ജീസസ് എന്ന് പറഞ്ഞ ഫിലിം കാണിക്കുന്നത്. ജീസസ് എന്ന് പറഞ്ഞ ഫിലിം കാണിച്ച് സുവിശേഷം അറിയിക്കാനുള്ള അവസരം ലഭിച്ചപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം ജീസസ് എന്ന് പറഞ്ഞ ഫിലിം കാണിച്ച് പ്രവർത്തിക്കുമ്പോൾ എനിക്ക് പ്രസംഗിക്കേണ്ട, പഠിപ്പിക്കേണ്ട, മറ്റ് ആത്മീയ കൂട്ടായ്മകൾക്കൊന്നും നേതൃത്വം കൊടുക്കേണ്ട, വില്ലേജുകളിലേക്ക് പോകുക, അവിടെ അനൗൺസ് ചെയ്യുക, ആളുകളെ കൂട്ടുക, അവിടെ ജീസസ് എന്ന് പറഞ്ഞ സിനിമ കാണിക്കുക, ആളുകൾക്ക് കാണാൻ വരുന്ന ആളുകൾക്ക് ട്രാക്കുകൾ കൊടുക്കുക, അതിനുശേഷം എന്തെങ്കിലും ആളുകൾ പ്രാർത്ഥനാ വിഷയങ്ങൾ പറഞ്ഞാൽ അത് അങ്ങനെയുള്ള ആളുകളുടെ അഡ്രസ്സുകൾ കളക്ട് ചെയ്യുക, അടുത്തുള്ള സഭകളിൽ അവരെ കൊണ്ട് എത്തിക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മതി. അതുകൊണ്ട് വളരെ എളുപ്പമുള്ള ഒരു ശുശ്രൂഷയായി ഞാൻ അതിനെ കണ്ടു. എനിക്ക് കഴിയുന്ന ഒരു ശുശ്രൂഷയായിട്ട് ഞാൻ കണ്ടു. ഞാൻ സന്തോഷത്തോടുകൂടെ ആ പ്രവർത്തനത്തിൽ ജോയിൻ ചെയ്യുകയായിരുന്നു. 1995 മാർച്ച് മാസം 15-ാം തീയതി എന്റെ ട്രെയിനിങ് പൂർത്തീകരിച്ച് ക്യാമ്പസിൽ ഒരു പൂർണ്ണസമയ സുവിശേഷകനായി ചേരുവാൻ കർത്താവ് എനിക്ക് അവസരം ഒരുക്കി. 95 മുതൽ 2008 വരെയും ക്യാമ്പസ് ഫോർ ക്രൈസ്റ്റ് എന്നായ ക്രിസ്തീയ സംഘടനയുടെ ഒരു പൂർണ്ണസമയ സുവിശേഷനായി നിൽക്കുവാൻ ദൈവം എനിക്ക് ഭാഗ്യകരമായ അനുഭവങ്ങളെ ഒരുക്കി. അനേക വില്ലേജുകൾ കടന്നു പോകുവാനും, അനേക സ്ഥലങ്ങളിൽ, അനേക പട്ടണങ്ങളിൽ, വില്ലേജുകളിലും സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ കടന്നു എന്ന് കർത്താവായ യേശുവിന്റെ സ്നേഹം ജീസസ് എന്ന് പറഞ്ഞ ഫിലിമിൽ കൂടെ, ആ മാധ്യമത്തിൽ കൂടെ അനേകരുടെ കർത്താവിന്റെ സ്നേഹത്തെ പങ്കുവെക്കുവാൻ ദൈവം എനിക്ക് അവസരമൊരുക്കി. അനേക പ്രിയപ്പെട്ടവര്, ഒരുപാട് പ്രിയപ്പെട്ടവർ കർത്താവിലേക്ക് കടന്നു വരുന്നത് കാണുവാൻ ദൈവം എന്നെ സഹായിച്ചു. ആ കർത്താവിന്റെ കരുണയ്ക്കായിട്ട്, ദൈവത്തിന് വിശ്വസ്തതയ്ക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ ഞാൻ വില്ലേജുകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടങ്ങളിൽ കോട്ടയം ജില്ലയിലെ തലയോർപ്പമ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് അടുത്തുള്ള വടകര എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ആദ്യമായിട്ട് പ്രവർത്തനത്തിന് വേണ്ടി ഞാൻ അവിടെ ആയിരിക്കുന്നത്. അവിടെ ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആ കാലഘട്ടങ്ങളിൽ 95-96 ആ കാലഘട്ടങ്ങളിൽ കഥാവദാസൻ വടക്കേ ഇന്ത്യയുടെ അപ്പോസ്റ്റൽ ആയിരിക്കുന്ന എന്ന് അറിയപ്പെടുന്ന കഥാവദാസൻ പി.ടി. വർഗീസെങ്കിൽ അദ്ദേഹം തലയോർപ്പമ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് ആദ്യമായിട്ട് ഒരു കൺവെൻഷൻ പ്രസംഗിക്കുന്നതിന് വേണ്ടി അദ്ദേഹം അവിടെ വന്നു. അതിന്റെ പ്രാദേശികമായ ചില കാര്യങ്ങളുടെ ക്രമീകരണങ്ങളിൽ എനിക്കും പങ്കാളിയായിട്ട് മാറ്റിയായിട്ടുണ്ട്. അത് കഥാവദാസൻ പി.ജി. വർഗീസെങ്കിലുമായിട്ട് വ്യക്തിപരമായ ഒരു സ്നേഹത്തിലേക്കും ഒരു ബന്ധത്തിലേക്കും നയിക്കപ്പെടുവാൻ ഇടയായിട്ടുണ്ട്. അങ്ങനെ ആ യോഗത്തിൽ വെച്ച് പ്രിയ പി.ജി. വർഗീസെങ്കിലിനോട് അദ്ദേഹം പ്രദാനം ചെയ്യുന്നതായ IET-യുടെ ഇന്ത്യൻ ഇവാഞ്ചലിക് ടീമിന്റെ ഒരു മിഷണറി ആയിട്ട് വടക്കേ ഇന്ത്യയിൽ സുവിശേഷം കേൾക്കാത്ത, ഒരു സുവിശേഷം പോലും എത്തപ്പെടാത്ത ഒരുപാട് ഗ്രാമങ്ങളുണ്ട്. ആ ഗ്രാമങ്ങളിലേക്ക് കടന്നു വരുവാനായിട്ട് എന്നെ ആഹ്വാനം ചെയ്തു. എനിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം ഞാൻ വളരെ ചെറുപ്പമാണ്, എനിക്ക് 22-23 വയസ്സേ ഉള്ളൂ. വളരെ ചെറുപ്പമാണ്. വില്ലേജുകളിലേക്ക് പോകുവാനും സുവിശേഷം എത്താത്ത ആളുകളുടെ അടുക്കൽ സുവിശേഷം എത്തിക്കുവാനുള്ള ഒരു വലിയ അവസരം ദൈവം എനിക്ക് തന്നതുകൊണ്ട് അത് ഉപയോഗിക്കാനായിട്ട് ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ കഥാവദാസുമായിട്ട് സംസാരിച്ചു. അതിനൊരു തീരുമാനത്തിലൊക്കെ എത്തി. അദ്ദേഹം എന്നെ ഡൽഹി പത്താൻകോട്ടുള്ളതായ ട്രെയിനിങ് സെന്ററിലേക്ക് എന്നെ വിളിച്ചു. അതിനുള്ള കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചു. എന്നാൽ ഞാൻ കടന്നു പോകുവാനായിട്ടൊക്കെ തീരുമാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ വളരെ പെട്ടെന്ന് എനിക്ക് മഞ്ഞപ്പിത്തം എന്ന് പറയുന്നതായ അസുഖം ബാധിപ്പാൻ ഇടയായിട്ടുണ്ട്. മഞ്ഞപ്പിത്തം എന്ന് പറഞ്ഞ അസുഖം ബാധിച്ചു. എനിക്ക് യാത്ര ചെയ്യുവാൻ കഴിയാത്തതിലേക്ക് എന്റെ ശരീരം മാറ്റപ്പെട്ടു. ഞാൻ ആ വിവരം അദ്ദേഹത്തെയും ടീമങ്ങളെ അറിയിച്ചപ്പോൾ അദ്ദേഹം എന്നെ ആശ്വസിപ്പിച്ചു. അടുത്ത വർഷം, പിറ്റേ വർഷം 97 ആ കാര്യങ്ങളിലേക്ക് അദ്ദേഹത്തോട് ചേർന്ന് കടന്നു പോകാനുള്ള അവസരങ്ങളൊക്കെ എനിക്ക് വേണ്ടി ക്രമീകരിച്ചു. എന്നാൽ പ്രിയരെ, 97-ലും രണ്ടാമത്തെ പ്രാവശ്യവും ഞാൻ കഥാവദാസന്റെ കൂടെ, ആ ടീമിന്റെ കൂടെ വടക്കേ ഇന്ത്യയിലേക്ക് പോകാനായിട്ടുള്ള കാര്യങ്ങൾ ക്രമീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ രണ്ടാമത്തെ പ്രാവശ്യവും എനിക്ക് മഞ്ഞപ്പിത്തം എന്ന് പറയുന്നതായ ആ രോഗം എന്റെ ശരീരത്തെ ബാധിച്ചു. അതിനെ വല്ലാതെ ശാരീരികമായി ബുദ്ധിമുട്ടിക്കുവാനായിട്ടുണ്ട്. ഒരുപാട് ചികിത്സകൾ, ഇംഗ്ലീഷ് മരുന്നുകൾ ഉള്ളതായ ഒരുപാട് ചികിത്സകൾ ഒക്കെ ചെയ്തു. എന്റെ പിതാവിന്റെ സഹോദരന്റെ മകൻ, എന്റെ പപ്പയുടെ ചേട്ടന്റെ മോൻ, അദ്ദേഹം ആ കാലഘട്ടങ്ങളിൽ വൈക്കം എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹം താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടറായിട്ട് അദ്ദേഹം സേവനം ചെയ്യാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലൊക്കെ എനിക്ക് ഒരുപാട് ട്രീറ്റ്മെന്റുകളൊക്കെ ലഭിച്ചുവെങ്കിലും എന്റെ ശരീരത്തിൽ ആ രോഗത്തിൽ നിന്നൊരു പൂർണ്ണമായൊരു വിടുതൽ എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞില്ല. രോഗത്തിൽ നിന്ന് ഒരു പൂർണ്ണമായ വിടുതൽ അനുഭവിക്കാൻ കഴിയാതെ ഞാൻ ഒരുപാട് ശാരീരികമായി അസ്വസ്ഥതകൾ കൂടെ കടന്നുപോയി. എന്നെ ഒരുപാട് ആളുകൾ ഒരുപാട് പച്ചമരുന്നുകളൊക്കെ
ചികിത്സ, ഒരുപാട് പച്ചമരുന്നുകളുടെ ചികിത്സകളിൽ കൂടിയൊക്കെ ഞാൻ കടന്നുകൂട്ടി. കോട്ടയത്ത് ഈ അസുഖത്തിന്, മഞ്ഞപ്പിത്തമുള്ള അസുഖത്തിന് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള, ഏറ്റവും അറിയപ്പെടുന്ന ചികിത്സാ കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു കൊണ്ടിട്ടുള്ള മേനാച്ചേരി വൈദ്യശാല എന്ന് പറയുന്ന വൈദ്യശാല. ഞാൻ അവിടെയും കടന്നു എന്ന് എന്റെ അസുഖത്തിന് വേണ്ടി ചികിത്സിക്കുവാൻ ഇടയായിത്തീർന്നു. എന്നാൽ എന്റെ അസുഖത്തിന് കാര്യമായ വ്യത്യാസമൊന്നും ഉണ്ടായില്ല. അപ്പോൾ അവിടെയുള്ള ആളുകളുടെ നിർബന്ധപ്രകാരം എന്റെ രക്തം പരിശോധിക്കുവാൻ, എന്റെ ബ്ലഡ് അതിനു മുമ്പ് ഒരു പ്രാവശ്യം പരിശോധിച്ചിരുന്നു. എന്റെ ബ്ലഡ് ഒരിക്കലും കൂടെ പരിശോധിക്കുവാൻ ഇടയായിത്തീർന്നു. അങ്ങനെ എന്റെ ബ്ലഡ് പരിശോധിച്ച് അതിൽ നിന്ന് എനിക്ക് അവര് കണ്ടുപിടിച്ചു. അതിനു മുൻപ് തന്നെ ഒന്ന് രണ്ട് ഡോക്ടർമാരൊക്കെ അത് ഐഡന്റിഫൈ ചെയ്തിരുന്നു. എനിക്ക് ഹെപ്പറ്റൈറ്റിസ് ബി പോസിറ്റീവ് എന്ന് പറയുന്നതായ അവസ്ഥയിലേക്ക് എന്റെ ശരീരം മാറ്റപ്പെട്ടു. എനിക്കെന്നാ അതിന്റെ തീവ്രതയൊന്നും എനിക്ക് അറിയത്തില്ല. എന്നാൽ എന്റെ ശരീരം ആ നിലയിൽ ആയിത്തീർന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഞാൻ വളരെ ക്ഷീണിതനായി. ഞാൻ മരിച്ചു പോകും എന്നുള്ള ഒരു നിലയിലേക്ക് ആയിത്തീർന്നു. എന്റെ ശരീരം ആ നിലയിലേക്കൊക്കെ ആയിത്തീർന്നു. ഞാൻ മരിച്ചു പോകും എന്നുള്ളതായ നിലയിലേക്കൊക്കെ എത്തിത്തീർന്നു. എന്നാൽ ഞാന് അങ്ങനെ ആയിരിക്കുമ്പോൾ എന്റെ കൂടെ പ്രവർത്തിച്ചിരുന്ന പല ആളുകളും, എന്റെ ഈ ചേട്ടന്റെ മകൻ ഡോക്ടറും ഒക്കെ, അവരെല്ലാം കൂടെ പ്രോത്സാഹിപ്പിച്ച് ഞാൻ അവരുടെയൊക്കെ നിർദ്ദേശപ്രകാരം എന്റെ ഭവനത്തിൽ പോയി വിശ്രമിപ്പാൻ ഇടയായിരുന്നു. എന്റെ ഹൈറേഞ്ചിലുള്ളതായ എന്റെ ഭവനത്തിൽ എന്റെ മാതാപിതാക്കളുടെ കൂടെ, എന്റെ സഹോദരരുടെ കൂടെ ഞാൻ അവിടെ പോയി വിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് ഒരു ദിവസം രാത്രി എന്റെ ഹൃദയത്തിൽ ഒരു വലിയ ചിന്ത ഉണ്ടായി. അവിടെ ചെന്നും എനിക്ക് പലവിധമായ പച്ചമരുന്നുകളും ചികിത്സകളും ഒക്കെ ലഭിച്ചുവെങ്കിലും കാര്യമായി രോഗത്തിന് കുറവൊന്നുമില്ല. എന്റെ ശരീരം ക്ഷീണിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ സ്ഥിതി വളരെ മോശമാകുന്നു എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. എന്റെ നഖവും ശരീരത്തിന്റെ ത്വക്കുമൊക്കെ വളരെ മഞ്ഞ കളറിലേക്ക് മാറി വളരെ ബുദ്ധിമുട്ടുകളിൽ കൂടെ ഞാൻ കടന്നു പോവാടിയായിട്ട് എനിക്ക് ഉറങ്ങുവാൻ കഴിയുന്നില്ല, ആഹാരം കഴിക്കാൻ കഴിയുന്നില്ല, യാതൊരു സ്വസ്ഥതയുമില്ലാത്ത ആ സമയത്ത് ഞാൻ മരിച്ചു പോകും എന്നുള്ളൊരു ചിന്ത എന്റെ ഹൃദയത്തിലുണ്ടായി. അപ്പോൾ ഞാൻ സ്വാഭാവികമായി എല്ലാ വ്യക്തികളെ പോലെ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, എന്റെ കുറവ് കൊണ്ട്, എന്റെ പാപം കൊണ്ട് ആണ് ഇങ്ങനെ സംഭവിച്ചു പോയത്. എന്റെ ജീവിതത്തിന്റെ പരാജയങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ ഞാൻ രോഗിയായി തീർന്ന് മരിക്കേണ്ട വരുന്നത്. ഞാൻ കർത്താവിന്റെ പാപങ്ങളെല്ലാം ഏറ്റു പറഞ്ഞു. എന്നിട്ട് ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, എനിക്കിപ്പോൾ മരിക്കേണ്ട, ദൈവം എന്നെ സൗഖ്യമാക്കി. പ്രിയരെ, അന്ന് രാത്രി ഞാൻ എന്റെ തലയിൽ ഞാൻ തന്നെ കൈവച്ചിട്ട്, എന്റെ ഒരിക്കൽ ഒരു ഉപദേശിയില്ല, എന്റെ ഒരിക്കൽ പാസ്റ്ററില്ല, എന്റെ ഒരിക്കൽ ഒരു സുവിശേഷമില്ല, ഞാൻ തന്നെ തലയിൽ കൈവച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ ഞാൻ സൗഖ്യമാകട്ടെ. ഇപ്പോൾ ഈ നിമിഷം തന്നെ ആ സൗഖ്യം ഞാൻ ഏറ്റെടുക്കുന്നുവെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ കിടന്ന് ഉറങ്ങി. രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്റെ ശരീരം മഞ്ഞപ്പിത്തം വരുന്നതിന് മുമ്പ് എനിക്ക് എത്രമാത്രം ആരോഗ്യം ഉണ്ടായിരുന്നോ, എത്രമാത്രം സൗഖ്യം ഉണ്ടായിരുന്നോ, അത്രമാത്രം ഞാൻ സൗഖ്യം അനുഭവിച്ചു. ഞാൻ പുതിയ ബലത്തോടെ, ആരോഗ്യത്തോടെ ഞാൻ എഴുന്നേൽക്കുവാടിയായിരുന്നു. ഏകദേശം ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അവിടെ നിന്ന്, എന്റെ വീട്ടിൽ നിന്ന് ഞാൻ എന്റെ പപ്പയുടെ മമ്മിയൊക്കെ യാത്ര പറഞ്ഞിട്ട് ഞാൻ തിരിച്ച് ആ സമയത്ത് ഞാൻ എറണാകുളത്താണ് ഞാൻ പ്രവർത്തിക്കുന്നത്. എറണാകുളത്തുള്ള ക്യാമ്പസിന്റെ ടീമിലേക്ക് ഞാൻ പോയി അവിടെ ജോയിൻ ചെയ്യുവാൻ, പിന്നെയും ജോയിൻ ചെയ്യുവാൻ ഇടയായിത്തീർന്നു. എനിക്ക് അങ്ങനെ അന്ന് കർത്താവിനെ സൗഖ്യമാക്കിയ ആ സൗഖ്യം പിന്നീട് ഒരിക്കൽ പോലും അതെന്റെ മേൽ ഒരു രോഗമായി വാഴുവാൻ ഇടയായി തീർന്നില്ല. നമുക്കറിയാം, വൈദ്യശാസ്ത്രത്തിലൊക്കെ പ്രവർത്തിക്കുന്ന പല ആളുകളും ഈ സന്ദേശങ്ങൾ കേൾക്കുന്നുണ്ടാകാം. ഹെപ്പറ്റൈറ്റിസ് ബി പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ എപ്പോഴും അത് ബ്ലഡില് കാണിക്കുവാൻ സാധ്യതയുണ്ട്. എന്നാൽ പ്രിയരെ, പിന്നീട് പരമാവശ്യം ഏകദേശം എന്റെ ഓർമ്മയനുസരിച്ച് ഒരു 10-18 അധികം പ്രാവശ്യം ഞാൻ എന്റെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് വിസ അടിച്ചിട്ട് മെഡിക്കലി ഞാൻ ഫിറ്റായി വിസ അടിച്ച് ഞാൻ വിദേശ രാജ്യത്ത് പോയി പാർക്കുവാൻ ദൈവം എനിക്ക് അവസരം ഒരുക്കിയിട്ടുണ്ട്. ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, യേശുവിന് നമ്മെ സൗഖ്യമാക്കുവാൻ കഴിയാത്ത, യേശുവിന് നമ്മെ വിടുവിപ്പാൻ കഴിയാത്ത യാതൊരു രോഗവുമില്ല. നാം വിശ്വസിക്കുന്നുവെങ്കിൽ അവിടെ ഒരു പാസ്റ്ററെ ആവശ്യമില്ല, അവിടെ സുവിശേഷന്റെ ആവശ്യമില്ല, അവിടെ കൈവെക്കുവാൻ ആരും വേണ്ട, അവിടെ പ്രാർത്ഥിക്കാൻ ആരും വേണ്ട, നിങ്ങളുടെ കൂടെ അന്യഭാഷ പറയുവാൻ ആരും വേണ്ട, നിങ്ങളുടെ കൂടെ ആരാധിക്കുവാൻ ആരും വേണ്ട. നിങ്ങൾ വിശ്വാസത്തോടെ നിങ്ങളുടെ പാപങ്ങളെ, നിങ്ങളുടെ കുറവുകളെ ദൈവം മുൻപാകെ ഏറ്റുപറഞ്ഞിട്ട് നിങ്ങൾ വിശ്വാസത്തോടെ നിങ്ങൾ സൗഖ്യത്തിന് വേണ്ടി കർത്താവിന്റെ സന്നിധിയിലേക്ക് അടുത്തിരുന്നെങ്കിൽ കർത്താവിന്റെ വചനം പറയാണ്, ഇതാ ഞാൻ അവർക്ക് രോഗശാന്തി ആരോഗ്യവും വരുത്തി സത്യത്തിന്റെയും സമാധാനത്തിന്റെയും സമൃദ്ധി കൊണ്ട് ഞാൻ അവരെ നിറയ്ക്കുന്ന ദൈവമത്രേ. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയരെ, ഇന്ന് വൈദ്യശാസ്ത്രത്തിന് കഴിയാത്ത മാരകമായ ഏത് രോഗത്തിന്റെ അവസ്ഥയിൽ കൂടെ നിങ്ങൾ കടന്നു പോകുന്ന വ്യക്തിയായിക്കൊള്ളട്ടെ, നിങ്ങളെ സൗഖ്യമാക്കുവാൻ, നിങ്ങളെ വിടുവിപ്പാൻ
കർത്താവായ യേശു മതിയായവനത്തെ എന്റെ വ്യക്തിമായ ജീവിതത്തിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, എനിക്ക് വേണ്ടി ആരെങ്കിലും ഒക്കെ എവിടെയെങ്കിലും ഒക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടാകാം. പക്ഷെ എന്റെ മുറിയിൽ വന്ന ആരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുണ്ടായിരുന്നില്ല. എന്റെ അടുത്ത് ഇരുന്ന് എനിക്ക് വേണ്ടി കരം വെക്കാൻ ആരും ഇല്ലായിരുന്നു. ഞാൻ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച നിമിഷം തന്നെ കർത്താവിനെ സൗഖ്യമാക്കുവാൻ ഇടയാക്കുന്നു. അതുകൊണ്ട് പ്രിയരെ, അവൻ ഇന്നും നമ്മുടെ കർത്താവ് ജീവിക്കുന്നു. അങ്ങനെ ഞാൻ 95 97 കാലഘട്ടങ്ങളിൽ ഈ സൗഖ്യം അനുഭവിച്ചു. അതിനുശേഷം ഞാൻ ക്യാമ്പസിൽ അവിടെ എറണാകുളം ജില്ലയിൽ വിവിധ ഇടങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടങ്ങളിൽ 98 ക്യാമ്പസിന്റെ കോട്ടയം ജില്ലയുടെ ടീം ലീഡർ എന്നുള്ളത്, ജീസസിലും പ്രവർത്തകരുടെ ടീം ലീഡർ എന്നുള്ള നിലയിൽ എന്നെ തെരഞ്ഞെടുക്കുവാനും കോട്ടയത്തേക്ക് എന്നെ മടക്കി അയക്കുവാൻ ഇടയായി തീർന്നു. കോട്ടയത്തേക്ക് എന്നെ മടക്കി അയക്കുമ്പോൾ എനിക്ക് കോട്ടയം എന്ന് പറയുന്നത്, കോട്ടയം പട്ടണം എന്ന് പറയുന്നത്, കോട്ടയം എന്ന് പറയുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു സ്ഥലമായിരുന്നു. ഞാൻ ഒരിക്കലും ജീവിക്കുവാൻ ഇഷ്ടപ്പെടാത്ത, കടന്നു വരുവാൻ ഇഷ്ടപ്പെടാത്ത ഒരു സ്ഥലമായിരുന്നു ഞാൻ കോട്ടയം ആയിരുന്നത്. അതിന്റെ കാരണം എന്റെ പിതാവിന് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിക്കാം. എന്റെ പിതാവ് ഒരുപാട് നിന്ദിക്കപ്പെട്ടു പോയ ഒരു സ്ഥലത്ത് എന്റെ പിതാവിന്റെ സഹോദരങ്ങളുടെ മധ്യത്തിൽ ഞാൻ ആയിരിക്കുമ്പോൾ അവരെ പലരെയും ഞാൻ പല ഇടങ്ങളിൽ വെച്ച് കാണുമ്പോൾ എന്നെക്കുറിച്ച്, എന്റെ പിതാവിനെ കുറിച്ചൊക്കെ അന്വേഷിക്കുമ്പോൾ പറയുവാൻ ഒരു അഡ്രസ് ഇല്ല, ഞാൻ ആരായിരിക്കുന്നു എന്നുള്ള ഒരു ഐഡന്റിറ്റി പറയുവാനില്ല. എന്നാൽ കർത്താവിന്റെ ഈ സ്ഥലത്തേക്ക് തന്നെ, കോട്ടയത്തേക്ക് തന്നെ എന്നെ മടക്കി അയക്കുവാനിയായി. ഞാൻ കോട്ടയത്തേക്ക് മടങ്ങി വന്നു. എന്റെ ട്രെയിനിങ് ഒക്കെ പൂർത്തീകരിച്ച് കോട്ടയം ജില്ലയുടെ ടീം സൂപ്പർവൈസർ എന്നുള്ള നിലയിൽ ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കൽ എന്റെ ഹൃദയത്തിൽ ഞാൻ ഒരു രാത്രി ഞാൻ ഒറ്റയ്ക്ക് ആയിരിക്കുമ്പോൾ ഒരു രാത്രി ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ, ഞാൻ എന്തുകൊണ്ട് വടക്കേ ഇന്ത്യയിലേക്ക് പോകുവാൻ തയ്യാറായിട്ടും എന്റെ നല്ല യൗവനം വടക്കേ ഇന്ത്യയിൽ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ചെലവഴിക്കണമെന്നുള്ള ഒരു വലിയ ആഗ്രഹം എന്റെ ഹൃദയത്തിൽ ദൈവം തന്നിട്ട് എന്തുകൊണ്ട് എനിക്ക് പോകുവാൻ കഴിയില്ല? എന്റെ പരാജയം കൊണ്ടാണ് സംഭവിച്ചത് എന്നുള്ളൊരു ചിന്ത എന്നെ വല്ലാതെ ഭരിക്കുവാൻ തുടങ്ങി. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിന്റെ ഉള്ളിൽ, എന്റെ ഉള്ളിൽ എന്നോട് പ്രവാചകൻ അല്ല, ഒരു വ്യക്തിയല്ല എന്നോട് സംസാരിക്കുന്നത്. എന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഞാൻ 92 ഏപ്രിൽ മാസം 22-ാം തീയതി കേട്ടതുപോലെ ഒരു ദൈവശബ്ദം എന്റെ ഉള്ളിൽ ഞാൻ കേൾക്കുവാനിയായി. പിതാക്കന്മാരുടെ ദേശത്ത് നഷ്ടപ്പെട്ടു പോയ സമ്പത്തുകളെ മടക്കിക്കൊണ്ട് ദൈവം നിന്നെ അനുഗ്രഹിക്കും. അത് കർത്താവിനോട് ഇന്ന് സംസാരിക്കുമ്പോൾ, പ്രിയരെ, കർത്താവിനോട് സംസാരിക്കുമ്പോൾ ഞാൻ ഇന്ന് ക്യാമ്പസിലായിരിക്കുന്ന ഒരു പൂർണ്ണസമയ സുവിശേഷ പ്രവർത്തനമാണ്. എനിക്ക് ലഭിക്കുന്ന ആ കാലഘട്ടത്തിലെ എന്റെ സപ്പോർട്ട് എന്ന് പറയുന്നത്, ക്യാമ്പസ് എനിക്ക് സപ്പോർട്ട് എന്ന് പറയുന്നത് 1500 രൂപയിൽ താഴെയാണ്. കർത്താവിനോട് ഈ വാഗ്ദത്തം പറയുമ്പോൾ, കർത്താവിന്റെ ഉള്ളിൽ ഈ ഉറപ്പ് നൽകി തരുമ്പോൾ, കർത്താവ് എനിക്ക് അന്ന് ക്യാമ്പസ് ലഭിക്കുന്ന സപ്പോർട്ട് എന്ന് പറയുന്നത് 1500 രൂപയിൽ താഴെയാണ്. ഞാനത് വിശ്വസിച്ചു. ഒരു പോർഷനെ പോലെ ഞാൻ വിശ്വസിച്ചു. കർത്താവ് എന്ത് പറഞ്ഞാലും നമുക്കത് വിശ്വസിക്കുവാൻ കഴിയുമോ? നമുക്ക് ആമേൻ പറയുവാൻ കഴിയുമോ? നമുക്ക് ഏറ്റെടുക്കുവാൻ കഴിയുമോ? യേശു അത്ഭുതങ്ങളുടെ ദൈവമാണ്. യേശു അതിശയങ്ങളുടെ ദൈവമാണ്. യേശു രാജാവാണ്. അവിടുത്തെ മുൻപാകെ ഒന്നിനും ഇല്ലായ്മയില്ല. ഒന്നിനും ഇല്ലായ്മയില്ല. ഞാൻ വിശ്വസിച്ചു. ഞാൻ എന്റെ സമയത്തിന്റെ പരിമിതി കൊണ്ട് എന്റെ സാക്ഷ്യം വേഗം ചുരുക്കി ഞാൻ എന്ന് പറയാം. അങ്ങനെ 98 ഞാൻ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ 99 എനിക്ക് ഒരു വിവാഹ ആലോചന ഉണ്ടായി. ഒരുപാട് വിവാഹ ആലോചനകളൊക്കെ ഉണ്ടായെങ്കിലും ഒന്നും ഒരു പെൺകുട്ടിയെ പോലും ഞാൻ കാണുവാനായിട്ടോ സംസാരിക്കാനായിട്ടോ അവരുടെ വീട്ടിൽ പോകാനുള്ള അവസരങ്ങളൊന്നും ഉപയോഗിച്ചില്ല. എന്നാൽ പെട്ടെന്ന് ഒരു വിവാഹ ആലോചന വന്നു. ഇപ്പോൾ ഞാൻ വിവാഹം കഴിച്ച് കുടുംബമായിട്ട് പാർക്കുന്ന എന്റെ ഭാര്യയുടെ അവരുടെ ഭാഗത്തുനിന്ന് ഒരു വിവാഹാലോചന പരിപാടിയായിരുന്നു. ആ പെൺകുട്ടിയെ ഞാൻ കണ്ടു. ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു. അന്ന് എന്റെ ഭാര്യ ഡൽഹിയിൽ ഒരു ഓഫീസിൽ അക്കൗണ്ടന്റായിട്ട് ജോലി ചെയ്യുന്ന കാലഘട്ടം. ഞാൻ ഒരൊറ്റ കണ്ടീഷൻ മാത്രമേ വെച്ചു. എന്റെ കൂടെ ഒരു പൂർണ്ണസമയ സുവിശേഷ എന്നുള്ള നിലയിൽ എന്റെ കൂടെ കോട്ടയത്ത് ഒന്ന് പാർക്കുവാൻ കഴിയുമെങ്കിൽ മാത്രം വിവാഹം കഴിക്കാം. അന്ന് എന്റെ ഭാര്യയ്ക്ക് ഒരു നല്ല പൊസിഷനിൽ നല്ല ശമ്പളം ഒക്കെ വാങ്ങിച്ചുകൊണ്ട് അവിടെ ഡൽഹി ജോലി ചെയ്തുകൊണ്ടിരിക്കുക. അതെല്ലാം ദൈവത്തിന്റെ ഒരു പദ്ധതിയായിരുന്നുകൊണ്ട് വേഗത്തിൽ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു. കോട്ടയത്ത് എന്റെ ഭാര്യ അവിടെ നിന്ന് ജോലി ഉപേക്ഷിച്ച് കോട്ടയത്ത് വന്നു. ഞങ്ങൾ ഒരുമിച്ച് 1999 മുതൽ ഞങ്ങൾ കോട്ടയത്തെ കുടുംബമായി പാർത്തുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ വിവാഹ അനന്തരം ഒരു ചെറിയ വീടുമൊക്കെ വാടകയ്ക്ക് എടുത്ത് താമസിച്ച് ഒരുമിച്ച് എലിയുള്ള ബന്ധത്തിലും ജോലിയുള്ള ബന്ധത്തിലും ഒക്കെ പ്രവർത്തിപ്പാടിയായിരുന്നു. കുടുംബജീവിതത്തിൽ 2 കുഞ്ഞുങ്ങളെ ദാനമായി തന്നു. മൂത്ത മകള് ഇപ്പോൾ അവള് BSc നഴ്സിംഗ് വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് ബാംഗ്ലൂരിലുള്ള ഒരു ഹോസ്പിറ്റലിൽ സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുന്നു. ഇളയ മകള് അവള്
അവളുടെ +2 വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് ഒരു ഡിഗ്രി കോഴ്സ് ACC എന്ന് പറയുന്ന ഒരു ഡിഗ്രി കോഴ്സ്, ഒരു അക്കൗണ്ടിങ് കോഴ്സ് അവള് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ രണ്ട് കുഞ്ഞുങ്ങളെ കർത്താവ് കുടുംബജീവിതത്തിൽ താരമായി തന്നു. എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാരങ്ങളിലൊന്നായിരുന്നു വാർദ്ധക്യത്തിലായിരിക്കുന്ന എന്റെ മാതാപിതാക്കളെ എങ്ങനെ സംരക്ഷിക്കും, ആര് സംരക്ഷിക്കും എന്നുള്ള ഒരു ചിന്ത എന്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. 2004 കാലഘട്ടങ്ങളിൽ എന്റെ രണ്ടാമത്തെ മകൾ ഉണ്ടാകുന്നതിനുള്ള ബന്ധത്തിൽ എന്റെ മാതാപിതാക്കളെ ഞങ്ങൾക്ക് ഹൈ റേഞ്ചിൽ നിന്ന് കൊണ്ടുപോകാനും ഇടുക്കി ജില്ലയിലെ വളരെ കുടിയേറ്റ മേഖലയിൽ നിന്ന് എന്റെ മാതാപിതാക്കളെ കോട്ടയത്തേക്ക് കൊണ്ടുപോകാനും എന്റെ മാതാപിതാക്കളോട് ചേർന്ന് വസിപ്പാനും ദൈവം അവസരം ഒരുക്കി. എന്റെ മാതാപിതാക്കളെ കോട്ടയത്തേക്ക് കൊണ്ടുവന്നതിനോട് ബന്ധത്തിൽ കർത്താവ് എനിക്ക് വേണ്ടി ഒരു വലിയ നന്മയും വഴിയും ഒരുക്കുവാടിയത് എന്റെ മാതാപിതാക്കളെ സംരക്ഷിക്കുവാനുള്ള എന്റെ ആഗ്രഹം ദൈവം മാനിച്ചിട്ടുണ്ട്. കോട്ടയം പട്ടണത്തിൽ എനിക്ക് പാർക്കുവാൻ മാന്യമായ ഒരു ഭവനത്തെ ദൈവം നൽകി. ആമേൻ. ഇന്ന് പകൽ ഞാൻ ഇതോട് ചേർന്നൊരു സന്ദേശം കൂടെ ഓർപ്പിക്കട്ടെ. വചനം പറയുന്നു, നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടെ ഇരിപ്പാനും നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കും. നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി, കുഞ്ഞുങ്ങളെ, പ്രിയരെ, സഹോദരങ്ങളെ, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി നിങ്ങൾ റിസ്ക് എടുക്കുവാൻ തയ്യാറും. അവരെ സംരക്ഷിക്കുവാൻ അല്പം പ്രയാസകരമായ സാഹചര്യമാണ്. അവരെ സംരക്ഷിക്കുവാൻ, അവരോട് ചേർന്ന് വസിക്കുവാൻ നിങ്ങൾ ഉത്സാഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ അറിയാത്ത അത്ഭുത വഴികളെ തുറക്കേണ്ട ഒരു ദൈവമുണ്ട്. അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഭാഗ്യകരമായ അനുഭവത്തിൽ ഭൗതികമായി ഞങ്ങളെ അനുഗ്രഹിപ്പാനും സഹായിപ്പാനും ഇടയായിട്ടുണ്ട്. അപ്പോൾ തന്നെ ഞാൻ ക്യാമ്പസിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ 2005 കർത്താവ് എനിക്ക് 2004 കാലഘട്ടത്തിൽ ഞാനൊരു സ്ഥലത്ത് കോട്ടയത്ത് മൂലയിടം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു VBS നടത്തുന്ന ബന്ധത്തിൽ അവിടെ ചെന്ന് പരിചയപ്പെട്ട ഒരു ദൈവസഭ അവരുടെ ആശ്രയായിട്ട് എന്നെ ക്ഷണിച്ചു. അവര് രണ്ടാമത്തെ പ്രാവശ്യം അവരെന്നെ ക്ഷണിച്ചപ്പോൾ ഞാൻ ആ വിഷയത്തിനോട് പ്രാർത്ഥിച്ചു. ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി, സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ ഞാൻ കർത്താവിനോട് പ്രാർത്ഥന ഉണ്ടായിരുന്നു. യേശുവേ, എനിക്ക് അന്ന് ഞങ്ങൾ CSI സഭയുടെ ഭാഗമായിട്ട് നിൽക്കുകയാണ്. അന്ന് ഞാൻ പ്രാർത്ഥിച്ചത് ഞാൻ CSI സഭയുടെ ഭാഗമായിട്ട് നിൽക്കുമ്പോഴാണ് ഈ പൂർണ്ണ സുവിശേഷ വേലയ്ക്ക് വേണ്ടി വരുന്നത്. അന്ന് ഞാൻ കർത്താവിന് പ്രാർത്ഥിച്ചു, കർത്താവേ, ഞാൻ സുവിശേഷ വേലയ്ക്ക് വരാം, പക്ഷെ എനിക്ക് ഒരു അച്ഛനും ആകേണ്ട, ഉപദേശിയാകേണ്ട. അങ്ങനെ അച്ഛന് ഉപദേശ അല്ലാത്ത മറ്റൊരു നിലയിൽ ശുശ്രൂഷ ചെയ്യുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിച്ച് അങ്ങനെയാണ് ക്യാമ്പസ് എനിക്കൊരു നല്ല അവസരമായി ഞാൻ ഉപയോഗിച്ചത്. എന്നാൽ ഇതിന്റെ ഇടയ്ക്ക് സംഭവിച്ച ഒരു സാക്ഷ്യം കൂടെ ഞാൻ വേഗത്തിൽ പറയേണ്ട ആവശ്യമാണ്. 1995 ഞാൻ 95 ഞാൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുന്ന കാലം മുതൽ ഞാൻ സ്ഥിരമായി ക്രമീകൃതമായി ദൈവവചനം വായിക്കാൻ തുടങ്ങി, പഠിക്കുവാൻ തുടങ്ങി. ദൈവവചനം വായിക്കുകയും പഠിക്കുകയും ചെയ്തപ്പോൾ രക്ഷിക്കപ്പെട്ടാൽ മാത്രം പോരാ, യേശുവിനെ രക്ഷിതാവും കർത്താവായി സ്വീകരിച്ചാൽ മാത്രം പോരാ, രക്ഷിക്കപ്പെട്ട ദൈവവചനത്തില് ചെയ്യേണ്ട ഏറ്റവും അടിസ്ഥാനപരമായ ദൈവവചനത്തിന്റെ കൽപ്പനയാണ് വിശ്വാസ സ്നാനം ഏൽക്കുക എന്നുള്ളത്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ വിശ്വാസ സ്നാനം ഏൽക്കുക എന്നുള്ളത്. ഞാനിങ്ങനെ നിരന്തരമായി അനേകരോട് സംസാരിക്കാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവ് എനിക്ക് വചനം വെളിപ്പെടുത്തി തന്നു. അപ്പോൾ ഞാൻ കർത്താവിന് മുമ്പാകെ ഒരു കണ്ടീഷൻ വെച്ച്, ഞാൻ എറണാകുളത്ത് താമസിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് എനിക്ക് അവിടെ ഉള്ള ഒരുപാട് ദാസന്മാര് എനിക്ക് പ്രോത്സാഹനം നൽകി തന്നു അവിടെയുള്ള അവരുടെ സഭകളിൽ സ്നാനപ്പെടുവാനായിട്ട്. പക്ഷെ ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ച, കർത്താവ്, എനിക്ക് എന്റെ നാട്ടിൽ ഞാൻ രാഷ്ട്രീയം കളിച്ച് നടന്ന, ഞാൻ ദൈവത്തെ അനുസരിക്കാതെ നടന്ന, ഞാൻ തല്ലിപ്പൊളിയായിട്ട് നടന്ന എന്റെ നാട്ടിൽ പോയി എനിക്ക് സ്നാനപ്പെടണം. ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവ് അതിന്റെ ഒരു മുഖാന്തരം ഒരുക്കി. എന്റെ പപ്പായും മമ്മിക്കും ദൈവം അവർക്ക് സ്നാനപ്പെടുവാനുള്ള ഒരു ആഗ്രഹം ദൈവം ഹൃദയത്തിൽ കൊടുത്തു. 96 അവര് ജനുവരി മാസം 26-ാം തീയതി അവർ സ്നാനപ്പെടുവാനുള്ള കാര്യങ്ങൾ ക്രമീകരിച്ചിട്ട് എന്നെ ഒരു എഴുത്ത് മുഖാന്തരം അറിയിച്ചു. അവർ സ്നാനപ്പെടുവാൻ തീരുമാനിച്ചിരിക്കുന്നു. അപ്പം ഞാനും കൂടെ ചെല്ലണം, അവിടെ സ്നാനത്തിന് സാക്ഷിയായിട്ട് ഞാനും കൂടെ ചെല്ലുവാൻ എന്നെ അവർ ക്ഷണിച്ചു. എന്നാൽ ഞാൻ മറുപടി അയച്ചു, ദൈവം അനുവദിച്ചാൽ ഞാൻ കൂടെ സ്നാനപ്പെടും. അങ്ങനെ 1996 ജനുവരി മാസം 26-ാം തീയതി വിശ്വാസ സ്നാനം ഏൽക്കുവാൻ ദൈവം എനിക്ക് അവസരമൊരുക്കി. അങ്ങനെ ഞങ്ങൾ വിശ്വാസ സ്നാനം ഏറ്റത് ഞങ്ങൾ ഉൾപ്പെട്ടിരുന്ന പ്രാദേശിക സഭയ്ക്ക് അവർക്കത് അംഗീകരിക്കുവാൻ കഴിയാതെ അല്പമായ മാനസികമായ ബുദ്ധിമുട്ടുകളൊക്കെ ആ വിഷയത്തിൽ സഭയുമായി ഉണ്ടായതുകൊണ്ട് അവർക്ക് അത് അംഗീകരിക്കുവാൻ കഴിയാത്തൊരു സാഹചര്യമായതുകൊണ്ട് അങ്ങനെ നിർബന്ധത്താൽ, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ദൈവത്തിന്റെ നിർബന്ധത്താൽ ഞങ്ങൾ പെന്തക്കോസ്ത് സഭയുടെ ഭാഗമായി തീരുമാനിയായി. ഇതെല്ലാം ദൈവത്തിന്റെ ഒരു പദ്ധതിയാണ്. യോസേഫ് പറഞ്ഞതുപോലെ, സഹോദരന്മാരെ,
നിങ്ങൾക്ക് മുൻപായി എന്നെ മിസ്രൈമിലേക്ക് അയച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ പ്രിയരെ, അവൻ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾക്ക്, ദൈവത്തിന്റെ കൽപ്പനകൾക്ക്, ദൈവത്തിന്റെ വഴികൾക്ക് നമ്മൾ അനുസരിപ്പാൻ തയ്യാറെങ്കിൽ, നാം ആര് അനുസരണത്തിന് കാലുവെക്കുമോ അവൻ നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്ന ഒരു നല്ല ദൈവമുണ്ട്. 2005 എനിക്ക് 8 പേരുള്ള 2 കുടുംബത്തിൽ നിന്ന് 8 പേരുള്ള ഒരു കൊച്ചു സഭയുടെ ഉത്തരവാദിത്തം കർത്താവ് എനിക്ക് നൽകി തന്നു. കർത്താവ് ആ ദിവസങ്ങളിൽ എന്നോട് വാഗ്ദത്തം ചെയ്ത വാഗ്ദത്തങ്ങളൊക്കെ ആ സഭയോടുള്ള ബന്ധത്തിൽ കർത്താവ് എനിക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്തു. 4 വർഷം ഞാൻ അവിടെ ശുശ്രൂഷിച്ചു. 8 പേരുള്ള സഭ ഏകദേശം 80-ലധികം ആളുകൾ കടന്നു വരുവാൻ ഇടയായിട്ടുണ്ട്. 17 ആളുകളെ അവിടെ സ്നാനപ്പെടുത്തുവാനും 80-ലധികം ആളുകൾ ആ സഭയിലേക്ക് കടന്നു വരുവാൻ ഇടയായിട്ടുണ്ട്. ഒരു നല്ല ആത്മീയ കുടിവരമായി ആ കുടിവരവ് മുൻപോട്ട് പോകുമ്പോൾ കർത്താവിന്റെ പരിശുദ്ധാത്മാവ് 2009 ഒക്ടോബർ മാസം 12-ാം തീയതി എന്റെ ഹൃദയത്തിൽ സംസാരിച്ചു, എഴുന്നേറ്റ് പട്ടണത്തിലേക്ക് പോകാം. ആ വിഷയത്തിനുവേണ്ടി ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിന്റെ ഉള്ളിൽ നല്ലൊരു ഉറപ്പ് നൽകി തന്നു. കോട്ടയം പട്ടണത്തിൽ ഒരു സഭയുടെ ഉത്തരവാദിത്വം ദൈവം എന്നെ ഏൽപ്പിക്കാൻ പോവുകയാണ്. പട്ടണത്തിന്റെ ഒരു വേല ദൈവം എനിക്ക് വേണ്ടി വെച്ചിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചു. ആര് സഹായിക്കുമെന്ന് എനിക്കറിയത്തില്ല, ആരുടെ കൂടെ നിൽക്കണമെന്ന് എനിക്കറിയത്തില്ല, എവിടെ പ്രവർത്തിക്കണമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ദൈവന് ശ്രേഷ്ഠകരമായ മുഖാന്തരങ്ങളെ ഒരുക്കി, ദൈവം വഴികളെ ഒരുക്കി. 2010 മുതൽ കോട്ടയം പട്ടണത്തിൽ ഒരു സഭയുടെ ശുശ്രൂഷയിൽ ആയിരിക്കാൻ കർത്താവ് അവസരം ഒരുക്കി. വിവിധ കോട്ടയം പട്ടണത്തിൽ വിവിധ ഓഡിറ്റോറിയങ്ങൾ, വാടക കെട്ടിടങ്ങളൊക്കെ മാറി മാറി ഞങ്ങൾ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കോട്ടയം KSRTC ബസ് സ്റ്റാൻഡിനടുത്ത് ഉള്ള റെഹബോത്ത് ടവർ എന്ന് പറയുന്ന ബിൽഡിംഗിൽ അത് എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 തൊട്ട് 12 വരെയും അവിടെ കർത്താവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ കുടുംബമായി കോട്ടയം മെഡിക്കൽ കോളേജിനടുത്ത് താമസിക്കുന്നു. എന്റെ കൂടെ 93 വയസ്സുള്ള പിതാവും 80-ലധികം വയസ്സ് പ്രായമുള്ള എന്റെ മാതാവും ഉണ്ട്. എന്റെ ഭാര്യയുണ്ട്, 2 മക്കളുണ്ട്. ഞങ്ങൾ കുടുംബമായി കർത്താവിന്റെ വേലയുടെ മുഖത്ത് ഇതുവരെ നിൽക്കുവാൻ ദൈവം അവസരം ഒരുക്കി. അത്ഭുതമായി ദൈവം നടത്തുന്നു, അത്ഭുതമായി ദൈവം പരിപാലിക്കുന്നു. കർത്താവിന്റെ ശ്രേഷ്ഠകരമായ എല്ലാ വഴികളെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ഇനിയും ഒരുപാട് അത്ഭുത സാക്ഷികൾ പറയുവാനുണ്ട്. വൈദ്യശാസ്ത്രം ഒരിക്കലും സൗഖ്യമാക്കുവാൻ കഴിയാത്ത തൈറോയിഡ് പോലുള്ള ഒരുപാട് രോഗങ്ങളിൽ നിന്ന് കർത്താവിനെ സൗഖ്യമാക്കുവാനിയായിരുന്നു, ദൈവനെ വിടുവിപ്പാനിയായിരുന്നു. പ്രിയരെ, ആമേൻ. നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. നമ്മുടെ ദൈവം ആത്മരക്ഷ വരുത്തുന്ന ദൈവമാണ്. നമ്മുടെ ദൈവം ശരീരത്തിന് രക്ഷവർത്തുന്ന ദൈവമാണ്. നമ്മുടെ ദൈവം കുടുംബത്തിന് രക്ഷവർത്തുന്ന ദൈവമാണ്. അതുകൊണ്ട് നിങ്ങൾ ഏത് വിഷയത്തിൽ കലങ്ങിയിരിക്കുന്നു, ഏത് വിഷയത്തിൽ ഭാരപ്പെട്ടിരിക്കുന്നു, ഏത് വിഷയത്തിൽ മുൻപോട്ട് സ്റ്റെപ്പ് വെക്കുവാൻ കഴിയാതെ നിങ്ങൾ നിരാശപ്പെട്ടിരിക്കുന്നു, നിങ്ങൾ വിഷമിക്കേണ്ട. ദൈവ ശബ്ദത്തിന് നിങ്ങൾ നിങ്ങളുടെ കാലുകളെ ചലിപ്പിക്കുന്നു. ദൈവശബ്ദത്തിന് നിങ്ങൾ നിങ്ങളുടെ വഴികളെ സ്വതന്ത്രമാക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. 37-ാം സങ്കീർത്തനം 23-ാമത്തെ വാക്യം ഇങ്ങനെയാകും നമ്മൾ വായിക്കുന്നത്: ഒരു മനുഷ്യന്റെ വഴിയിൽ ദൈവത്തിന്റെ സാധനം തോന്നിയാൽ ദൈവം അവന്റെ ഗമനത്തെ സ്ഥിരമാക്കും. ആകിയാൽ ഈ വചനം കേൾക്കുന്ന എല്ലാവരും ദൈവത്തിന്റെ വഴികൾ നടന്ന് ദൈവപ്രസാദം അനുഭവിച്ച് നിത്യജീവന്റെ അവകാശികളായി ചെയ്യുവാൻ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മധ്യാകാശ മടങ്ങി വരവേണ്ടത് കാഹളം ധരിക്കുമ്പോൾ, മരിച്ചവർ ഉയർത്തുമ്പോൾ നിത്യജീവന്റെ അവകാശികളായി ചെയ്യുവാൻ പ്രിയപ്പെട്ട ഒരുക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ഒരിക്കലൂടെ എല്ലാവർക്കും ബന്ധങ്ങളെ കരയിട്ടുന്നു. അവസരം ഒരുക്കിയ കർത്താവിന്റെ ദാസിയോടും സാക്ഷ്യം കൂടാതെ ടീമിനോടുള്ള നന്ദി അറിയിക്കുന്നു. ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. ആമേൻ. പ്രൈസ് ലോർഡ് മാസ്റ്ററെ, പ്രൈസ് ലോർഡ്. അനുഗ്രഹീതമായ സാക്ഷ്യത്തിനായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഇത്ര അനുഗ്രഹീതമായ നിലയില് കർത്താവിന്റെ വേലയ്ക്ക് ചുമൽ കൊടുക്കുവാൻ കർത്തദാസിനെ വിളിച്ച് വേർതിരിച്ച വിധത്തിനായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു. നവജീവിതത്തിലെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ഞാന് 92 അവിടെ പഠിച്ചതാണ്. പിന്നെ 93 ഹരിയാനയിൽ പോയാണ് പഠിച്ചത്. നവജീവോദയം ഒരു ആത്മീയമായിട്ടൊരു സുവിശേഷ വേലയ്ക്ക് ഭയങ്കര കൈത്താങ്ങൽ നൽകുന്ന ഒരിടമാണ്. എന്റെ ജീവിതത്തിന്റെ തുടക്കം അവിടെ നിന്നാണ്. കർത്താവ് എത്രത്തോളം സഹായിച്ചു ഞാൻ ഒരു നിമിഷം അത് സ്മരിക്കുകയായിരുന്നു. സ്തോത്രം. എങ്കിലും കർത്താവിന്റെ നാമത്തിന്റെ മഹിമയ്ക്ക് വേണ്ടി ഒരു മഹിമ കണ്ട സാക്ഷിയായിട്ട് കർത്താവ് തന്റെ ദാസിനെ ഇതുവരെ നിർത്തിയിരിക്കുന്ന കൃപകൾക്കായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. എത്രയോ അനുഭവങ്ങൾ ദൈവമില്ലാത്തവനായി ജീവിച്ചു. ലോകപ്രകാരം ലോകത്തിന്റെ അഴുക്ക് ചാലുകളിലേക്കൊക്കെ നീങ്ങുവാൻ ഇടയായി. എങ്കിലും 18 വയസ്സ് വരെ ആരും ഗൈഡ് ചെയ്യാനില്ലാതെ വചനം എന്തെന്നോ സഭാബന്ധത്തിലോ ഒന്നുമല്ലാത്ത സാഹചര്യത്തിൽ ജീവിച്ചപ്പോഴും ദൈവത്തിന്റെ കൃപ തന്നെ ചുറ്റി പരിപാലിച്ചത് കൊണ്ട് ഒരു കോഴി തന്റെ ചിറകിന്റെ കീഴിൽ കുഞ്ഞിനെ പരിപാലിക്കുന്നത് പോലെ, ഒരു കഴുകൻ തന്റെ കുഞ്ഞിനെ പറക്കൽ പഠിപ്പിക്കുന്നത് പോലെ കർത്താവ് ഓരോ സമയങ്ങളിലും കർത്തദാസിനെ അതതിന്റെ ട്രെയിനിങ്ങുകൾ തന്ന് ഉപയോഗിച്ചു. മാത്രമല്ല
വടക്കേന്ത്യയിലൊക്കെ ചില സമയങ്ങളിൽ കടന്നു പോകുവാൻ കർത്താവ് ഇടയാക്കിയല്ലോ. ഈ ദിവസങ്ങളിൽ എനിക്ക് വളരെ സന്തോഷം തോന്നിയ ഒരു കാര്യം ഇതാണ്. ദൈവമില്ലാത്തവനായിരുന്ന വ്യക്തി ജീവിതം, ഹെപ്പറ്റൈറ്റിസ് ബി എന്ന രോഗം തനിക്ക് പിടിപെട്ടപ്പോൾ തന്റെ തലയിൽ തനിച്ച് തന്നെ കൈവച്ച് പ്രാർത്ഥിച്ച് വിടുതലെടുത്ത ആ അനുഭവം വളരെ ചലഞ്ചിങ് ആണ്. സ്തോത്രം. പലപ്പോഴും ഞാനും ഇത് എക്സ്പീരിയൻസ് ചെയ്യാറുണ്ട് ജീവിതത്തില്. നമുക്ക് നമ്മുടെ ജീവനുള്ള കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ഇന്ന് ഞാന് ആത്മാർത്ഥതയോടെ പറയട്ടെ, ഈ സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, അയ്യോ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആരുമില്ലല്ലോ എന്നോർത്ത് നിങ്ങൾ വ്യാകുലപ്പെടരുത്. തീർച്ചയായിട്ടും നമുക്ക് വിശ്വാസത്താൽ കരം വെച്ചാൽ നമ്മുടെ ബലഹീന കരത്തിന്റെ മേൽ വ്യാപരിക്കുന്ന ആ മുറിഞ്ഞ കരത്തിന്റെ ശക്തി ഇന്നും ഹല്ലേലൂയ ജീവിക്കുകയാണ്. നമ്മൾ കരം വെച്ചാൽ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം നമ്മൾ തിരിച്ചറിയേണ്ടതിന് നമ്മെ പ്രാപ്തരാക്കുകയാണ് ദൈവം ഈ ദിവസങ്ങളിൽ. കർത്തദാസന്റെ അനുഗ്രഹീതമായ സാക്ഷ്യത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. മാത്രമല്ല, പലപ്പോഴും ഞാൻ ഫേസ്ബുക്കിൽ തന്റെ പിതാവിന്റെ ബർത്ത്ഡേയും ഒക്കെ തന്നെ ചേർത്ത് നിർത്തി ഫോട്ടോ എടുക്കുന്ന എന്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട് പലപ്പോഴും. ഈ കാലഘട്ടത്തിൽ പലരും ചെയ്യാത്ത പല കാര്യങ്ങൾ, ഒരു 100 വയസ്സ് കഴിഞ്ഞ ഒരു പിതാവിനെ ചേർത്ത് നിർത്തി ഫോട്ടോസ് ഒക്കെ ഇടുക എന്നൊക്കെ പറയുമ്പോൾ ഇന്ന് പലർക്കും അതൊരു മാന്യതയായിട്ട് തോന്നാതിരിക്കുമ്പോൾ, കർത്താവിന്റെ ദാസനെ എന്റെ പിതാവിന് അഡ്രസ് ഇല്ലാഞ്ഞ ഇടത്ത് അഡ്രസ് ഉണ്ടാക്കി എടുക്കണമെന്നുള്ള വാഞ്ചിയാൽ കർത്താവിന്റെ നാമത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചപ്പോൾ കർത്താവ് അവിടെ ഒരു അഡ്രസ് നൽകി. മാത്രമല്ല, ഞാൻ കണ്ടിട്ടുണ്ട് അതിൽ പല കമന്റ്സുകൾ, ഒരു പിതാവിന് ബെസ്റ്റ് വിഷസ് നൽകുന്നവരുടെ കണ്ണുകൾ നിറയുന്ന അനുഭവങ്ങൾ. സ്തോത്രം. ഇതൊക്കെ വലിയൊരു സുവിശേഷ ദൗത്യത്തിന്റെ വലിയൊരു അനുഗ്രഹത്തിന്റെ ഭാഗം കൂടിയാണ്. കർത്താവിന്റെ വിളിയോടുള്ള ആ സ്നേഹത്തിന്റെ ആദരവും കൂടിയാണ്. ദൈവം കഴിഞ്ഞാൽ ഭൂമിയിൽ മാതാപിതാക്കളെ ബഹുമാനിച്ചാലേ നമുക്ക് നന്മ ഉണ്ടാകത്തുള്ളത്. തീർച്ചയായിട്ടും വചനം പറയുന്നു കർത്തദാസന്റെ ജീവിതത്തിലും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരിക്കുന്നത് ആമേൻ ഈ നന്മയ്ക്ക് കാരണമാകുന്നു എന്ന് ഞാനും വിശ്വസിക്കുകയാണ്. സ്തോത്രം. ആകയാൽ ഇതൊക്കെ ഈ വചനദീപ്തി സാക്ഷി കൂടാരത്തിന്റെ പ്രേക്ഷകരോട് ഞാൻ പറയട്ടെ, ഈ സാക്ഷ്യങ്ങളൊക്കെ എന്തിനാണ് പങ്കിടുന്നത്? നമ്മുടെ ജീവിതത്തിലും നാം പലവിധമാകുന്ന പ്രതിബന്ധങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്. ക്രിസ്തീയ ജീവിതം വിഭിന്നമായ അനുഭവങ്ങളുടെ കലവറയാണ്. എന്നാൽ ഓരോ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ജീവിതത്തെ പിടിച്ചു നിർത്തേണ്ടതിന് ഒരു സാക്ഷ്യം മറ്റൊരു സാക്ഷ്യം ഉളവാക്കുമെന്ന് പറയുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലും നമുക്ക് ചില തീരുമാനങ്ങൾ എടുക്കുവാൻ കഴിയാതെ വരുമ്പോഴൊക്കെ ഈ മറ്റൊരാളുടെ സാക്ഷ്യം നമ്മളെ സഹായമാക്കി മാറ്റുവാൻ ഇടയാകും. കർത്തദാസന്റെ ആ സാക്ഷ്യങ്ങളൊക്കെ എനിക്ക് വളരെ സന്തോഷം തോന്നി. ഞാനും പ്രായമുള്ള മാതാപിതാക്കളെ ഒത്തിരി സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ആളാ. അപ്പൊ എനിക്ക് വളരെ സന്തോഷം തോന്നി. അങ്ങനെയൊക്കെ ഉള്ളവരെ ഈ കാലഘട്ടത്തിൽ കണ്ടുകിട്ടുക എന്നുള്ളത് വളരെ ചുരുക്കമാണ്. കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ ആത്മാർത്ഥമായിട്ട് നാം നിൽക്കുമ്പോൾ തന്നെ വീണ്ടും കുടുംബവും വിടണമെന്നുണ്ടെങ്കിലും മാതാപിതാക്കളെ ചേർത്ത് നിർത്തി അവരുടേതായ നമ്മെ വളർത്തി ഇത്രത്തോളം ആക്കിയ മാതാപിതാക്കളെ നാം സ്മരിച്ചുകൊണ്ട് അവർക്ക് വേണ്ടിയ കാര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് കർത്തൃവേലയിൽ നാം ആയിരിക്കുമ്പോൾ അതിൽ പരം ഭാഗ്യം മറ്റൊന്നുമില്ല. അങ്ങനെയെങ്കിൽ നമുക്കും അങ്ങനെ ഒരു സൗഭാഗ്യം നാളെ ലഭിക്കുവാൻ ഇടയാകും. നാം ഒന്നും പ്രതീക്ഷിക്കേണ്ട, കർത്താവ് നമ്മളെ താങ്ങിക്കൊള്ളും. എങ്കിലും ചെയ്താൽ ഒന്ന് കിട്ടുമല്ലോ എന്നോർത്തല്ല, മറിച്ച് കർത്താവ് ആർക്കും കടക്കാരനല്ല. അതുകൊണ്ട് ഞാൻ മുമ്പ് പാടിയ പാട്ടിന്റെ വരികള്, ലോകരെല്ലാം വെടിഞ്ഞാലും ശോകഭാരമേറിയാലും യേശു രക്ഷകൻ തന്റെ കരത്താൽ താങ്ങി തണലായി നിന്ന് ഹല്ലേലൂയ നമ്മോട് കൂടെ ഇരിക്കും. നമ്മളെ മറക്കാതെ, നമ്മുടെ മൃത്യുവിലും നമ്മളെ കൈവിടാതെ അവന്റെ ഇഷ്ടം ചെയ്ത് ഹല്ലേലൂയ എന്നെന്നും ജീവിക്കുവാൻ കർത്താവ് ഇടയാക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും കർത്താവിന്റെ ദാസന് വേണ്ടി ആമേൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്ന് ഹല്ലേലൂയ ഇങ്ങനെ ഒരു അവസരം കർത്താവ് ഒരുക്കി തന്നതിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഞങ്ങളുടെ നടുവിലേക്ക് വന്നതിന് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. ഞങ്ങളുടെ വചനദീപ്തി സാക്ഷി കൂടാരത്തിന്റെ പ്രേക്ഷകർക്ക് വേണ്ടിയും നീ സൂം പ്ലാറ്റ്ഫോമിലായിരുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും ഞാൻ നന്ദി അർപ്പിക്കുന്നു. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവ് ഞങ്ങളുടെ അഭിഷിക്തനെ ഇത്രത്തോളം ബലപ്പെടുത്തിയല്ലോ. അനുഗ്രഹീതമായ ഒരു സാക്ഷ്യം അങ്ങ് കേൾപ്പിച്ചതിനായിട്ട് സ്തോത്രം. പിതാവേ, ഇന്ന് പലർക്കും ഇല്ലാത്ത പല ഗുണങ്ങളിലും കർത്താവ് നിലനിർത്തുന്നതിനായിട്ട് സ്തോത്രം. അങ്ങയുടെ അഭിഷേകത്തിന്റെ ശക്തിയാൽ ഈ വേല തുടർന്നുകൊണ്ട് പോകുവാൻ അങ്ങയുടെ അഭിഷിക്തനെ കുടുംബമായി
കർത്തൃകാര്യങ്ങൾ വഹിക്കണമേ. വാർദ്ധക്യത്തിലായിരിക്കുന്ന പ്രിയ മാതാവിനായിട്ട് പ്രാർത്ഥിക്കുന്നു, പിതാവിനായിട്ട് പ്രാർത്ഥിക്കുന്നു. വാത്സല്യ മാതാപിതാക്കളെ കർത്താവ് സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നതിനായി സ്തോത്രം. കുഞ്ഞുങ്ങളായിരിക്കുന്നിടത്ത് അവരെ പരിപാലിക്കുന്നവരുടെ വിദ്യാഭ്യാസത്തിനും ജോലിയിലും ഒക്കെ കൂടെ ഇരിക്കുന്നതിനായിട്ട് നന്ദി പറയുന്നു. കർത്താവ് ഈ കുടുംബമായി ചേർന്ന് അവിടുത്തെ മുന്തിരിത്തോപ്പിൽ അധ്വാനിക്കുവാൻ ഇതുവരെ സഹായിച്ചല്ലോ. തുടർന്നും കർത്താവിന്റെ നാമ മഹിമയ്ക്കായിട്ട് കുടുംബമായി നിന്റെ മക്കളെ ഉപയോഗിച്ചാട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് കർത്താവിനെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുക. അനുഗ്രഹിക്കപ്പെടുവാൻ സഹായിക്കണം. തുടർന്നും അവിടുത്തെ നാമത്തിന് മഹിമയ്ക്കായി ഉപയോഗിക്കപ്പെടുവാൻ ഇടയാക്കട്ടെ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ ചോദിക്കുന്ന പ്രാർത്ഥന ദൈവമൂലം കേൾക്കണം സ്വർഗ്ഗസ്ഥ നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. മറാനാഥ.